ടുമോറോ നമ്മളെ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഇടം വരെ ഓർക്കുന്നുണ്ടോ? പ്രൊപ്പഗേഷൻ ഡിലേ വരെ അല്ലേ സാറേ? ചാപ്റ്റർ 2 അല്ലേ? അതെ. യെസ്, റൈറ്റ്. പ്രൊപ്പഗേഷൻ ഡിലേ കറക്റ്റ് ആണ്. Then next, transmission media and its characteristics. Transmission media, what is name of transmission media? What is name of transmission media? ഡേറ്റ സെൻട്രലിൽ നിന്ന് റിസീവറിൽ എത്തിക്കാൻ ഉപയോഗിക്കുന്ന മീഡിയത്തിനല്ലേ? ചാനൽ. May I audible? Yes sir. Okay. അത് നമ്മുടെ മീഡിയം, ചാനൽ, ഡേറ്റ പാസ് ചെയ്യുന്ന മീഡിയം, അതിനാണ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ട്രാൻസ്മിഷൻ മീഡിയ മെയിൻലി രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഗൈഡഡ് മീഡിയ ആൻഡ് അനദർ ഈസ് അൺഗൈഡഡ് മീഡിയ. Guided media are the channels in which an instrument or an agent or a conduct is provided to transmit data between devices. അതാണ് ഗൈഡ് മീഡിയ എന്ന് വെച്ചിരുന്നത്. അവിടെ എപ്പോഴും ഒരു സെന്ററിൽ നിന്ന് ഒരു റിസീവറിലേക്ക്, അതല്ലെങ്കിൽ എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ട്രാൻസ്മിഷൻ നടക്കുന്നതിനാണ് ഗൈഡ് മീഡിയ. കാരണം അതിന് ക്ലിയർ കട്ട് ഗൈഡൻസ് ഉണ്ട്. സെന്ററിൽ നിന്ന് ഇന്ന ഡെസ്റ്റിനേഷനിലേക്ക് ആ ഡേറ്റയുടെ കൂട്ടത്തിൽ ആ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് കാണും, അതിന്റെ IP കാണും. അങ്ങനത്തെ ഒരു ഗൈഡഡ് ആയിട്ട് ഒരു ക്ലിയർ കട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ച് നമ്മൾ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതാണ് ഗൈഡഡ് മീഡിയ എന്ന് പറയുന്നത്. Guided media, a signal traveling through guided media is restricted by the physical boundaries of the channel. Commonly used channels of guided media in networking are, what are the classification of types of classification used in guided media എന്ന് അറിയാമോ? ഏതൊക്കെ ടൈപ്സ് ചാനൽസ് ആണ് ഗൈഡഡ് മീഡിയയിൽ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. ട്വിസ്റ്റഡ് പെയർ കേബിൾ, കൊയാക്സിൽ ആൻഡ് ലാസ്റ്റ് വാട്ട് ഈസ് ലാസ്റ്റ്? ഫൈബർ ഒപ്റ്റിക് കേബിൾ ആണ് സാറേ. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, കറക്റ്റ് ആണ്. എവിടെയാണ് ട്വിസ്റ്റഡ് പെയർ, എവിടെയാണ് കൊയാക്സിൽ, എവിടെയാണ് ഫൈബർ ഒപ്റ്റിക്സ് ഉപയോഗിക്കുന്നത് അറിയാമല്ലോ. ട്വിസ്റ്റഡ് പെയർ ആൻഡ് കൊയാക്സിൽ കേബിൾ use metallic or copper conductors that accept and transport signals in the form of electric current. Okay, but in the case of optical fiber, data will be represented in what? Light. Okay, the presence of the light and the absence of the light. Okay, the diffraction അതിന്റെ ഒരു characteristics വെച്ചാണ് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിൽ കൂടെ ഡേറ്റ പോസിബിൾ ആകുന്നത്. ഓക്കെ. Twisted pair. In twisted pair cables, copper metals is used and responsible to carry the data signals in the form of electric current. It is the oldest transmission channel and widely used in today's scenario. Okay. Twisted pair cable used in networking consists of 4 pairs of copper wires. നമ്മുടെ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷനിൽ ട്വിസ്റ്റഡ് പെയർ കേബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ 4 ലൈൻസ് അതിനകത്ത് കാണും. 4 pairs of copper wires. 8 ലൈൻ കാണും, 4 pairs കാണും. Each pair consisting of 2 wires. Okay, അപ്പോൾ 8 ലൈൻ കാണും, 4 pairs കാണും. The pairs are twisted to overcome the noise. Why the 2 pairs are twisted in the twisted pair? To reduce the noise, to avoid the noise. Noise means, what is noise? It is the unwanted signals. Okay, unwanted signals come with the data transmission. Data transmission സമയത്ത് അൺവാണ്ടഡ് ആയിട്ട് കയറി വരുന്ന പൾസസ്, സിഗ്നൽസ്, ഇതിനൊക്കെയാണ് നോയ്സസ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമില്ല നോയ്സസ്. ആ നോയ്സസിനെ മാക്സിമം റെഡ്യൂസ് ചെയ്യാനും ഒഴിവാക്കാനും വേണ്ടിയാണ് കേബിൾസ് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റഡ് പെയറിൽ ഉപയോഗിക്കുന്നത്. The pairs are twisted to overcome the noise induced by electromagnetic effect of nearby similar pairs. In the total, 8 wires are provided with fixed color coding as shown in the figure. ആ ഫിഗറിനകത്ത് നമ്മൾ കളർ കോഡിങ് പറയുന്നുണ്ട്. എല്ലാത്തിന്റെയും കൂട്ടത്തിൽ ഒരു യെല്ലോ, ഒരു ബ്ലൂ, ഒരു ഗ്രീൻ, ഒരു റെഡ്, എല്ലാത്തിന്റെയും കൂട്ടത്തിൽ ഒരു ന്യൂട്രൽ കാണും, വൈറ്റ് ന്യൂട്രൽ, ഒരു പെയർ, അതാണ് 2 പെയർ. അങ്ങനത്തെ 4 പെയർ, 8 കേബിൾസ് ആണ് ട്വിസ്റ്റഡ് പെയറിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. But in the case of coaxial, what happened?
ഈ ട്വിസ്റ്റഡ് പെയറിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ട്വിസ്റ്റഡ് പെയർ നമ്മൾ ക്രിമ്പ് ചെയ്യുക എന്ന് പറയും. ക്രിമ്പ് ചെയ്താണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്ക് കാർഡിലോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ മോഡത്തിലോട്ടോ സ്വിച്ചിലോട്ടോ ഹബിലോട്ടോ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് ക്രിമ്പ് ചെയ്യുക എന്ന് പറയും. ക്രിമ്പിംഗ് ടൂൾ വെച്ച് ഈ കേബിള് നമ്മൾ ആ കണക്ടറിലോട്ട് കണക്ട് ചെയ്തിട്ടാണ് മോഡത്തിലോ അല്ലെ കമ്പ്യൂട്ടറിന്റെ നെറ്റ്വർക്ക് കാർഡെ കുത്തുന്നത്. ഓക്കെ, ആ കണക്ടറിന് ഒരു പേരുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, RJ45. ഓക്കെ, ഈ ട്വിസ്റ്റഡ് പെയർ തന്നെ 2 ടൈപ്പ് ഉണ്ട്, അതും നേരത്തെ പറഞ്ഞിരുന്നു. അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ ആൻഡ് ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ, UTP ആൻഡ് STP. ഓക്കെ, ഈ UTP, STP, UTP is unshielded twisted pair in which each pair is not shielded separately, whereas in the shielded twisted pair each pair is shielded as shown. അതായത് 2 പെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, 8 ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 2 പെയേഴ്സ് കൂടി ഒന്ന് എൻകാപ്സുലേറ്റ് ചെയ്ത് കവർ ചെയ്ത് വെക്കുന്നതിനാണ് ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് അൺഷീൽഡ് ട്വിസ്റ്റഡ് പെയർ ഇത് 8 എണ്ണം സെപ്പറേറ്റ് ആയിരിക്കും, 2 എണ്ണം വെച്ച് പെയർ ഏറ്റവും ഉണ്ടാവുള്ളൂ. ഇത് തമ്മിൽ മാത്രം ഒരു പുറത്തോട്ട് ഒരു കവറിങ് മാത്രമേ കാണത്തുള്ളൂ. 2 പെയേഴ്സ്, അതായത് ഒരു പെയേഴ്സ് തമ്മിൽ ഒരു കവറിങ് റാപ്പിങ് കാണത്തില്ല. ഓക്കെ, മനസ്സിലായോ? This twisted pair, unshielded twisted pair and shielded twisted pair, both analog and digital transmission is possible through twisted pair cables. Okay, the capacity or the bandwidth of the channel is defined by the thickness of the metal cable and the distance traveled. And the bandwidth അല്ല, അതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ആ കേബിളിന്റെ തിക്നെസ്സും ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അഡാപ്റ്റർ യൂസ്ഡ് ഫോർ ദീസ് കേബിൾ ഈസ് termed as RJ45. UTP cable is able to transmit data up to 100 meters of distance without any distortion or any repeater or switch. The twisted pair cable used in Ethernet LAN technology. നമ്മൾ കൂടുതൽ നമ്മുടെ ലാബുകളിൽ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണ്. ഷീൽഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണ് ഉപയോഗിക്കുന്നത്. ഹബ് കണക്ട് ചെയ്യാനും സ്വിച്ച് കണക്ട് ചെയ്യാനൊക്കെ കൂടുതൽ RJ45 നമ്മൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. STP ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. But in the case of coaxial, what is happening in the case of coaxial? Where the coaxial cable is using? Yesterday we have already discussed that. Where the coaxial cable is using? കേബിൾ TV ആണ് സാറേ. യെസ്, കേബിൾ TV നെറ്റ്വർക്ക്. അത് കേബിൾ TV കണക്ഷൻ ആണ് കോയാക്സിൽ കേബിൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം കേബിൾ TV ഒക്കെ ഒപ്റ്റിക്കൽ ഫൈബർ ആയി. ഈ കോയാക്സിൽ കേബിൾ നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിലും ഒരു സമയത്ത് ഉപയോഗിക്കുമായിരുന്നു. ഏത് ടോപ്പോളജിയിൽ ഉപയോഗിക്കുന്നു പറയാമോ? കോയാക്സിൽ കേബിൾ ഉപയോഗിച്ചിരുന്നു 10 years back. ബസ് ടോപ്പോളജി, ലീനിയർ ടോപ്പോളജിയിൽ നേരത്തെ കോയാക്സിൽ കേബിൾ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് STP ഉപയോഗിച്ച് തുടങ്ങിയത്. ട്വിസ്റ്റഡ് പെയർ കേബിളിന്റെ ഇൻവെൻഷന് ശേഷമാണ് STP ഉപയോഗിച്ച് തുടങ്ങിയത്. കാരണം കോയാക്സിൽ കേബിളിന്റെ ഒരു എൻഡില് അഡാപ്റ്ററിലോട്ടും മറ്റേ എൻഡ് ഗ്രൗണ്ട് ചെയ്ത് നേരത്തെ ലാൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. കോയാക്സിൽ കേബിൾ 2 conducting wires are used and both are coaxial to each other. Cross section of coaxial cable എന്ന് പറയുന്നത് അതിന് ഒരു ഔട്ടർ കവർ, ഒരു പ്ലാസ്റ്റിക് ഓർ റബ്ബർ കവർ കാണും. ദെൻ ആ റബ്ബറിനകത്ത് ഒരു 2, നമ്മൾ ഈ ട്വിസ്റ്റഡ് പെയർ പോലെ തന്നെ 2 ലൈൻസ് ഉണ്ട്. ഒരെണ്ണം ഇന്നർ കണക്ഷനും ഒരെണ്ണം ഔട്ടർ കണക്ഷനും. ഓക്കെ, ഇത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഇടയ്ക്ക് ഒരു ഇൻസുലേറ്ററും കാണും. The inner wire, also termed as core wire, signal, that core wire carry the signal transmission is generally, it is a copper metal. The core wire is surrounded by an insulator. Outside the insulator metal net, outside ഒരു നെഗറ്റീവ് ലൈൻ കാണും. പോസിറ്റീവ് എന്ന് പറയുന്നത് സെൻട്രൽ കോർ ആണെങ്കിൽ അതിന്റെ പുറത്തൊരു മെഷ് കാണും. ആ മെഷ് ആണ് എന്റെ നെഗറ്റീവ് ലൈൻ എന്ന് പറയുന്നത്. 2 കണക്ഷനകത്ത് പോസിറ്റീവ് എന്ന് പറയുന്നത് സെൻട്രൽ കൂടെ പോകും, നെഗറ്റീവ് ലൈനാണ് മെഷ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഔട്ട്സൈഡ് ദ ഇൻസുലേറ്റർ മെറ്റൽ നെറ്റ്, ഔട്ട്സൈഡ് കണ്ടക്ടർ കോയാക്സിൽ വിത്ത് ദ ഇന്നർ or core wire. The outermost layer is the plastic cover providing the insulation and protection to conductors. The bandwidth of the coaxial cable is more than the twisted pair cable. Connectors used in the coaxial cable BNC എന്ന് പറയും. BNC കണക്ടർ ആണ് കോയാക്സിൽ കേബിളിന്റെ
കണക്ഷൻ നമ്മൾ കേബിൾ ടിവിയുടെ ബാക്ക് സൈഡിൽ നമ്മൾ പ്ലഗ് ഇൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് BNC കണക്ടർ എന്നാണ് പറയുന്നത്. ഇതിന്റെ കപ്പാസിറ്റി പറയുന്നത് ബേസ്ഡ് ഓൺ ദ കോയാക്സിൽ കേബിൾ ഈസ് യൂസ് ടു ട്രാൻസ്മിറ്റ് ഡിജിറ്റൽ സിഗ്നൽസ് വിത്ത് ബേസ് ബാൻഡ് കോയാക്സിൽ കേബിൾ ഡേറ്റ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓവർ 1 കിലോമീറ്റർ അറ്റ് എ റേറ്റ് ഓഫ് 1 to 2 Gbps. 1 കിലോമീറ്റർ വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. 2 Gbps സ്പീഡും കാണും. ഓക്കെ, കോയാക്സിൽ കേബിളിനെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബേസ് ബാൻഡ് കോയാക്സിൽ കേബിൾ ആണ്, ബ്രോഡ് ബാൻഡ് കോയാക്സിൽ കേബിൾ. പേരും STP UTP പോലെ തന്നെ. ബ്രോഡ്ബാൻഡ് ബേസ് ബാൻഡ് കോയാക്സിൽ കേബിൾ ആണ് ഇപ്പം പറഞ്ഞത്. അപ് ടു 1 കിലോമീറ്റർ 2 Gbps കപ്പാസിറ്റിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബ്രോഡ്ബാൻഡ് കോയാക്സിൽ കേബിൾ സിസ്റ്റം ഈസ് യൂസ് ടു ട്രാൻസ്മിറ്റ് അനലോഗ് സിഗ്നൽസ് ഓവർ സ്റ്റാൻഡേർഡ് ടെലിവിഷൻ കേബിൾ നെറ്റ്വർക്ക്. ബ്രോഡ്ബാൻഡ് term is taken from the telephone system, which means anything wider than 1 megahertz. Networking broadband cable is defined as the cable carrying analog transmission. Okay, then in the case of fiber optic cable works on the total internal reflection principle of the light. എങ്ങനെയാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുന്നത് അറിയാമോ? കേൾക്കുന്നുണ്ടോ? കേൾക്കാം സാർ. ലൈറ്റ് ട്രാൻസ്ഫർ ചെയ്തല്ലേ? ലൈറ്റ് ആണ് അതിന്റെ ബേസിക് എലമെന്റ്. ലൈറ്റ് ആണ്, ഡേറ്റ ലൈറ്റ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. ബട്ട് വാട്ട് മെത്തേഡ് അല്ല, വാട്ട് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ഒപ്റ്റിക്കൽ ഫൈബർ മീൻസ്, ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഒരു തിൻ ഗ്ലാസ് കവർ ഉണ്ട്. ആ ഗ്ലാസ് കവർ എന്ന് പറയുന്നത് നമ്മൾ ലൈറ്റ് നമ്മൾ അതിന്റെ ഒരു പ്രത്യേക ആംഗിളിലേക്ക് ലൈറ്റ് ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ അടുപ്പിക്കും. ആ ലൈറ്റ് ഒരു ഏകദേശം ഒരു 120 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ ലൈറ്റ് അടുപ്പിക്കുന്നത്. അപ്പൊ ആ അടിക്കുന്ന ലൈറ്റ് ഈ സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ആണ്. ആ ഗ്ലാസ്സിലേക്ക് ലൈറ്റ് അടുപ്പിക്കുമ്പോൾ ഈ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും. റിഫ്ലക്ഷൻ, അതായത് ഈ ലൈറ്റിന്റെ ഇന്റേണൽ റിഫ്ലക്ഷൻ പ്രിൻസിപ്പിൾ ഓഫ് ദി ലൈറ്റ് ആണ് നമ്മൾ ഇതിന്റെ വർക്കിംഗ് ബിഹൈൻഡ് ദ കോയാക്സ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. ഇങ്ങനെ ലൈറ്റ് അടിപ്പിക്കുമ്പോൾ ആ ലൈറ്റ് റിഫ്ലക്ട് ചെയ്താണ്. ഈ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമല്ലോ. അങ്ങനെ അപ്പർ ബേസിൽ റിഫ്ലക്ട് ചെയ്യും, അവിടുന്ന് ലോവർ ബേസിലോട്ട് റിഫ്ലക്ട് ചെയ്യും, തിരിച്ച് അപ്പർ ബേസിലോട്ട് റിഫ്ലക്ട് ചെയ്യും. അങ്ങനെ റിഫ്ലക്ട് ചെയ്താണ് ഡേറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആകുന്നത്. മനസ്സിലായോ? മനസ്സിലായി സർ. The data is transmitted in the form of laser light. ലേസർ ആയിട്ട് ഉപയോഗിക്കാം, എക്സ്റേ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ്, അങ്ങനെ പല ഇത് ഉപയോഗിക്കാം. ലേസർ ലൈറ്റ് ത്രൂ ഫൈബർ ഒപ്റ്റിക്സ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഫോർ എ വെരി തിൻ, ഈവൻ തിന്നർ ദാൻ ദ ഹെയർ. നമ്മുടെ ഒരു മുടിയേക്കാളും തിന്നാണ്. സിലിക്കൺ ഗ്ലാസ് ടേംഡ് ആസ് ദ ഫൈബർ ആൻഡ് ഈസ് കോട്ടഡ് വിത്ത് എ റിഫ്ലക്റ്റീവ് സർഫസ് റെസ്ട്രിക്റ്റഡ് ദ ലൈറ്റ് സിഗ്നൽ ടു എസ്കേപ്പ്. അതിന്റെ ക്ലാഡിംഗ് എന്ന് പറയും ആ പുറത്തെ ഔട്ടർ ലെയറിന്. കാരണം ഈ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുമ്പം പുറത്തോട്ട് പോകരുത്. പുറത്തോട്ട് പോകാതെ ഈ ഗ്ലാസ് ഒരു കവറുണ്ട്. കവറാണ് ക്ലാഡിംഗ് എന്ന് പറയുന്നത്. ആ ക്ലാഡിങ്ങിനുള്ളിലാണ് ഡേറ്റ ലൈറ്റ് ആയിട്ട്, ഈ ഗ്ലാസ് കവറും വരുന്നു, അതിനകത്ത് ഡേറ്റയും ലൈറ്റ് ആയിട്ട് അവൈലബിൾ ആകും. Each fiber optic strand can support thousands of speech channels and multiple TV channels. Fiber optic cables provides data transmission at a very high speed. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ലോങ് ഡിസ്റ്റൻസിലേക്ക് ഡേറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. ഡിസ്റ്റോർഷൻ, നോയ്സ്, ഡിലേ ഇതൊക്കെ തീരെ കുറവാണ്. കൺജഷൻ അങ്ങനത്തെ ഒരു ഡേറ്റ ലോസ് എന്ന് പറയുന്നത് തീരെ കുറവാണ്. എന്തുകൊണ്ടാണ് ഡേറ്റ ലോസ് കുറയുന്നത് എന്ന് പറയാമോ? കേൾക്കാമോ? In the case of fiber optics or optical fiber, the main advantage of the optical fiber is to transmit data in a long distance, and also it is the main characteristics of the optical fiber is to reduce the noise, to reduce the leakage of the signal. How it is possible in the case of optical fiber?
ലൈറ്റ് ഫോമിൽ പോകുന്നതുകൊണ്ട് പ്രസരണ നഷ്ടം കുറയും. ലൈറ്റ് പോകുന്നത് കൊണ്ട് പ്രചരണ നഷ്ടം കുറയും. മൈ ക്വസ്റ്റ്യൻ ഈസ് ഹൗ? ഹൗ? അതായത് മറ്റു ചാനലുകളിൽ കൂടെ പോകുമ്പോൾ ഇലക്ട്രിസിറ്റി അല്ലേ പാസ് ചെയ്ത് പോകുന്നത്. മറ്റു ചാനലുകളിൽ പോകുമ്പോൾ ഇലക്ട്രിസിറ്റി 0, 1 അതിന്റെ ഇത്, അതായത് ആ ചാനലിൽ വരുന്ന ഒരു അതായത് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, നമ്മള് ട്വിസ്റ്റഡ് പെയർ, കൊയാക്സില് ഇങ്ങനത്തെ കേബിളുകളൊക്കെ നമ്മൾ ഈവൻ നമ്മൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ നമ്മുടെ ടെലിഫോൺ നെറ്റ്വർക്ക്സ് ഇതൊക്കെ ഉപയോഗിക്കുമ്പം നോയിസ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ നോയിസ്, അൺവാണ്ടഡ് സിഗ്നൽസ് എന്ന് പറയുന്നു. ഈ നോയിസ് ഹൗ ഇറ്റ് വിൽ ജനറേറ്റ്, അല്ലെ, എങ്ങനെയാണ് നോയിസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? നോയിസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ ക്രാക്കിങ്, അല്ല ഇതിനകത്ത് എവിടെയെങ്കിലും ചെറിയൊരു ജോയിന്റ്, ഇതിനകത്ത് എവിടെയെങ്കിലും ചെറിയൊരു വിള്ളല്, ജോയിന്റ്, ഒരു കൺജങ്ഷൻ, ഇന്റർജങ്ഷൻ അങ്ങനെ വരുന്ന സമയത്താണ് ഈ നോയിസ് കയറി വരുന്നത്. ഓക്കെ, അപ്പൊ ട്വിസ്റ്റഡ് പെയറിനും കൊയാക്സിലിനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ജോയിന്റുകൾ വരാം. ആ ജോയിന്റ് ഇവര് കണക്ടേഴ്സ് വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും കൂടെ അതിന്റെ ആ ഭാഗത്തൂടെയാണ് നോയിസ്, അൺവാണ്ടഡ് സിഗ്നൽസ് കയറി വരുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബ്രേക്ക് ഉണ്ടാവത്തില്ല. കാരണം ഒപ്റ്റിക്കൽ ഫൈബറിന് ഇങ്ങനത്തെ കണക്ഷൻസ് ഇല്ല. നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിള് നമ്മുടെ വീടിന്റെ അടുത്ത് എവിടെയും പൊട്ടിയാല് അവരതൊന്ന് ജോയിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? OFC സ്പ്ലൈസിങ് മെഷീൻ, ആ സ്പ്ലൈസിങ് മെഷീൻ വെച്ചാണ് ഇത് ജോയിൻ ചെയ്യുന്നത്. കാരണം അവിടെ ഒരിക്കലും ഒരു ഇന്റർജങ്ഷൻ അല്ല, അവിടെ ഒരിക്കലും ഒരു കണക്ടർ വെച്ചല്ല കണക്ട് ചെയ്യുന്നത്. അത് മെഷീൻ വെച്ച് തന്നെ ആ സെയിം പാത്ത് ക്രിയേറ്റ് ചെയ്താണ് പോകുന്നത്. അവിടെ ഒരു നോയിസ് കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നില്ല. ആം ഐ റൈറ്റ്? യെസ് സർ. അതാണ് ഒപ്റ്റിക്കൽ ഫൈബറിൽ ഡേറ്റ ലോസ് കുറയുന്നത്, സ്പീഡി ട്രാൻസ്മിഷൻ പോസിബിൾ ആകുന്നത്, ലോങ് ഡിസ്റ്റൻസ് പോസിബിൾ ആകുന്നത്, ഡിസ്റ്റോറേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിലേയോ ഒരു തരത്തിലുള്ള നോയിസ് ക്രിയേഷനോ ഒന്നും ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഇല്ലാത്തത് അതുകൊണ്ടാണ്. ഓക്കെ, it provides a bigger bandwidth space. One of the biggest advantage of fiber optic cable is its immunity towards electromagnetic interference. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫിയറൻസ്, അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽസ് പുറത്തുനിന്ന് അകത്തോട്ട് കയറാനുള്ള സാധ്യത കുറവാണ്. ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഈസ് കോസ്റ്റ് ഈസ്, അതാണ് അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. എന്താണ് ഈ ഫൈബർ ഒപ്റ്റിക്സിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഇതിന്റെ ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഈസ് കോസ്റ്റ്ലി ആസ് കമ്പയർഡ് ടു അതർ മീഡിയം. മെയിൻ്റനൻസ് കോസ്റ്റും ഇൻസ്റ്റലേഷൻ കോസ്റ്റും ഒക്കെ ഇച്ചിരി ഹൈ ആണ്. മാത്രമല്ല ടെക്നിക്കൽ എക്സ്പെർട്ടൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ആൻഡ് റിക്വയർ സ്കിൽസ്. ഓക്കെ, in fiber optic cable based on its physical characteristics can transmit data in the form of light in two modes, namely multi-mode and single mode. ഒരു ഫൈബർ ഒപ്റ്റിക്കിനകത്തൂടെ നമുക്ക് പല സ്പീച്ച് സിഗ്നൽസും പാസ് ചെയ്യാൻ പറ്റും. ഒരു ലൈൻ അല്ല, പല സ്പീച്ച് സിഗ്നൽസ് നമുക്ക് ലേസർ ബീം ആയിട്ടും IR ഇൻഫ്രാറെഡ് റേസ് ആയിട്ടും നമുക്ക് ട്രാൻസ്മിഷൻ നടക്കും. Where multi-mode further can be classified as step index and graded index. ഇതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ഒന്ന് മൾട്ടി മോഡ്, സിംഗിൾ മോഡ്. ഈ മൾട്ടി മോഡിനെ തന്നെ വീണ്ടും അഗൈൻ ക്ലാസിഫൈ ചെയ്തെന്ന് സ്റ്റെപ്പ് ഇൻഡെക്സ്, ഗ്രേഡ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ എ മൾട്ടി മോഡ് ഫൈബർ ഒപ്റ്റിക് കേബിൾ മൾട്ടിപ്പിൾ ലൈറ്റ് ബീംസ് ഓർ റേസ് ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ ദ കോർ ഗ്ലാസ് ഫോളോയിങ് ഇൻ ദ ഡിഫറെന്റ് പാത്ത്. സിംഗിൾ മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തൂടെ ഒറ്റ ലൈറ്റ് ബീം മാത്രമേ പാസ് ചെയ്ത് പോകുന്നുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്പിൾ ഗ്രേഡഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ബീമും കാണും, അത് കൂടാതെ ഒരു വേവ്സും കാണും, ഒരു ഡിജിറ്റൽ വേവോ ഒരു അനലോഗ് വേവോ കാണും. ഇൻ ദ കേസ് ഓഫ് മൾട്ടി മോഡ് സ്റ്റെപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അതിനകത്ത് സിംഗിൾ ലൈൻ കാണും, അനലോഗ് സിഗ്നൽ കാണും, ഡിജിറ്റൽ സിഗ്നൽ കാണും. മോർ ദാൻ
1 signals handling capacity ഉണ്ട് in the case of step index ന്. മനസ്സിലായോ? സിംഗിൾ മോഡ്, ഗ്രേഡഡ് മോഡ്, then step index മോഡ്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിള് നമ്മുടെ വീട്ടിൽ വന്നാൽ അത് ടി വിയിലോട്ട് കണക്ട് ചെയ്യുന്ന കണക്ടറിന് പേരുണ്ട്, അറിയാമോ? SC കണക്ടർ എന്ന് പറയും. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ കണക്ട് ചെയ്യുന്നത് SC കണക്ടർ എന്ന് പറയും. Multimode graded index fiber, the light signal propagates somehow like a waveform. The light signal does not face a sudden change in direction, which reduces the distortion of signal. The core of multimode graded index fiber is made up of varying density, with the highest density value at the center and decreases progressively edge of the core. Connector used in fiber optic cable are called SC connectors. Okay. ഇതെല്ലാം ഏത് കാറ്റഗറി വരുന്നതാണ്? ഗൈഡഡ് മീഡിയക്കകത്ത് വരുന്നതാണ്. ഓക്കെ, ബിക്കോസ് സെൻട്രലിൽ നിന്ന് റിസീവറിലേക്ക് എൻഡ് ടു എൻഡ് കണക്ഷൻ പോസിബിൾ, എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുന്നതാണ് ഗൈഡഡ് മീഡിയം. അടുത്തൊരു മീഡിയം ഉണ്ട്, വാട്ട് ഈസ് അൺഗൈഡഡ് മീഡിയ. ഇൻ ദ അൺഗൈഡഡ് മീഡിയ ഇറ്റ് ഈസ് അൺബൗണ്ട് മീഡിയ. കാരണം അത് ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് പോയിന്റ് ടു പോയിന്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതല്ല. ദർ ഇസ് നോ ഇൻസ്ട്രുമെന്റ് ഓർ ഏജന്റ് ഓർ എനി ഫിസിക്കൽ എൻറ്റിറ്റി ടു ട്രാൻസ്മിറ്റ് ദ ഡാറ്റ ത്രൂ അൺഗൈഡഡ് മീഡിയ. ദ സിഗ്നൽ ഈസ് ബ്രോഡ്കാസ്റ്റഡ് ത്രൂ എയർ ആൻഡ് ഈസ് ഓപ്പൺ ടു ആക്സസ് ടു ഓൾ. അതായത് നമ്മൾ മൾട്ടികാസ്റ്റ് അല്ലെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പോലെ സിംഗിൾ പോയിന്റിൽ നിന്ന് മൾട്ടി പോയിന്റിലേക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നു. അവിടെ ഒരു ചാനല് കേബിളിന്റെ ആവശ്യമില്ല, വയർലെസ്സോ ആയിട്ട് പാസ് ചെയ്യുന്ന ഒരു റൂൾസ്, കൃത്യമായിട്ടൊരു റൂൾസ്, ഇന്ന ഡെസ്റ്റിനേഷനിലേക്ക് ഇത് പോകണം എന്നൊരു ക്ലിയർ കട്ട് റൂൾസ് ഇല്ലാതെ സ്പ്രെഡ് ചെയ്യുന്നതിനാണ് അൺഗൈഡഡ് മീഡിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? The signal is broadcasted through air and is open to access to all. One has a device with the capability to receive the signal can have access to data. ഏത് ഡിവൈസസ് ആണ് റിസീവ് ചെയ്യുന്ന ആ ഡിവൈസസിന് ഡാറ്റ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഡാറ്റ is transmitted in the form of electromagnetic waves through unguided media. Electromagnetic waves transmit through free space in unrestricted manner. Communication through unguided media is in general termed as wireless communication. കൂടുതലും വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് അൺഗൈഡഡ് മീഡിയ ഇക്കകത്ത് വരുന്നത്. Data transmission through unguided media can take place in many ways: ground propagation, sky propagation, line of sight propagation. ഇങ്ങനെ 2-3 രീതിയിൽ കൂടെ അൺഗൈഡഡ് മീഡിയയിൽ ഡാറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ഗ്രൗണ്ട് പ്രൊപ്പഗേഷൻ. വാട്ട് ഈസ് ഗ്രൗണ്ട് പ്രൊപ്പഗേഷൻ? പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊപ്പഗേഷൻ ആണ് ഡാറ്റ സ്പ്രെഡ് ചെയ്യുക, ഡാറ്റ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡാറ്റ നമ്മൾ ഒരു സ്റ്റെപ്പ് ബൂസ്റ്റ് ചെയ്ത് വിടുക ആണ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ. അത് ഇൻ ദ കേസ് ഓഫ് വയർലെസ് 3 ടൈപ്പ് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. ഗ്രൗണ്ട് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ, ഗ്രൗണ്ട് പ്രൊപ്പഗേഷൻ ഒരു എക്സാമ്പിൾ പറയാമോ? ടെലിവിഷൻ എന്ന് പറയുന്നത് ശരിക്കും ഗ്രൗണ്ട് പ്രൊപ്പഗേഷൻ ആണ്. ഓക്കെ, ഗ്രൗണ്ട് പ്രൊപ്പഗേഷൻ ആണ് ടെലിവിഷൻ. ദെൻ അടുത്ത സ്കൈ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എയർ പ്രൊപ്പഗേഷൻ. സാറ്റലൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടാം, കേബിൾ TV അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് കിട്ടുന്ന പോലെ, ഇന്റർനെറ്റ് കിട്ടുന്ന പോലെ സ്കൈ പ്രൊപ്പഗേഷൻ ഉണ്ട്. ദെൻ ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ. ഇത് രണ്ടും കൂടി നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ലൈൻ ഓഫ് സൈറ്റ്, നമുക്ക് എവിടെയാണോ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡാറ്റ വേണ്ടത് അതിനെ നമുക്ക് പോയിന്റ് ചെയ്ത് ഡാറ്റ സെൻഡ് ചെയ്യുന്നതാണ് ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് പ്രൊപ്പഗേഷൻ ടേക്ക് പ്ലേസ് ത്രൂ റേഡിയോ വേവ്സ് ക്ലോസ് ടു ദ എർത്ത് സർഫസ്. അതിനൊരു റേഞ്ച് കാണും. അതായത് നമ്മുടെ TV നമ്മൾ ഇത് ടെലികാസ്റ്റ് ചെയ്താൽ നമ്മൾ ഒരു റേഞ്ചിൽ മാത്രമേ അവൈലബിൾ ആവത്തുള്ളൂ. അത് കൂടുതൽ നമുക്ക് ഇതിന്റെ ഒരു വേവ്സ് എത്തത്തില്ല.
Ground propagation take place through radio waves close to the Earth's surface. In these type of propagation, radio wave signals with the low frequency in general form, the spectrum below 2 megahertz are used. These signals propagates in all direction, termed as omnidirectional propagation. In this, the signal transfers in the curvature same as that of the planet. പ്ലാനറ്റിന്റെ ആ ഒരു കർവ് നമ്മുടെ എർത്തിന്റെ ഒരു കർവ് അനുസരിച്ച് തന്നെ അത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. Sky propagation. In sky propagation, as name suggests, the radio waves with frequencies higher than ground propagation in the range of up to 2 megahertz വരെ നമുക്ക് ഇത് ലാൻഡ് പ്രൊപ്പഗേഷൻ പറ്റത്തുള്ളായിരുന്നു. But in the case of sky propagation, between 2 megahertz to 30 megahertz വരെ പോസിബിൾ ആണ്. Are used to transmit data. In this, radio waves are emitted towards the sky and after hitting ionospheric are reflected back towards the earth. Sky propagation type of transmission is used for sending data over large distances. അതായത് നമ്മുടെ പ്ലാനറ്റിന്റെ ഒരു കർവ് പോലെ തന്നെ നമ്മൾ ഒരു പ്ലേസിൽ നിന്ന് നമ്മൾ വേറെ പ്ലേസിലേക്ക് നമ്മൾ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു എർത്തിന്റെ ഒരു കവറിങ്ങിൽ ചെന്നിട്ട് അത് തിരിച്ചു വരുന്നു. ഇപ്പം നമ്മുടെ ഒരു എർത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു സാറ്റലൈറ്റ് ആ ഒരു ലെവലിലേക്ക് ചെന്നിട്ട് അവിടെ തിരിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്ത് എർത്തിന്റെ തന്നെ അടുത്ത ഒരു പാർട്ടിലോട്ട് പോകുന്നു. അതാണ് സ്കൈ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ അവിടെ ഇടയ്ക്ക് ഒരു സ്പേസ് ഒരു മീഡിയേറ്റർ ആയിട്ട് ഒരു ഇന്റർലിങ്കർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് സ്കൈ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ is used to transmit the signals in a straight line between transmitting and receiving antennas. This type of transmission uses signals of very high frequency in the range of above 30. Up to 2 ആണ് ground propagation, up to 3 ആണ് ground propagation, 3 to 30 megahertz വരെ sky propagation പറ്റും. Beyond the 30 megahertz ആണ് line of sight propagation. അതാണ് straight line in the surface of the earth. അതുപോലെ നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് പോകുന്നതാണ്, ലീനിയർ ആയിട്ട് പോകുന്നതാണ് ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. In line of sight propagation, both the transmitter and the receiver should be visible to each other. That is, no object should be there between the line of sight of both ends. അതായത് അതിന്റെ എൻഡ് ഫ്രമിലും ടൂയിലും അതിന്റെ സെന്ററിലും റിസീവർക്കും തമ്മിൽ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. അവർക്കത് കണ്ട് അല്ലെ അവർക്ക് അതിന്റെ ഒരു ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത്. ഇത് ക്ലിയർ ആയോ? അൺഗൈഡ് മീഡിയക്കകത്ത് നമ്മൾ കൂടുതലും ഡാറ്റ പോസിബിൾ ആകുന്നത് വയർലെസ് മീഡിയത്തിലാണ്. വയർലെസ് കമ്മ്യൂണിക്കേഷൻസ് ആർ മോസ്റ്റ്ലി in used for 3 waves: radio waves, microwaves, and infrared. What is the IEEE denomination of the wireless LAN, wireless communication? IEEE standardization of wireless communication. എത്രയെന്ന് പറയാമോ? Any guess? Sir, IEEE 802.11 ആണോ? Very good. വൈഫൈയുടെ Wi-Fi, very good. IEEE 802.11 ആണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വയർലെസ് കമ്മ്യൂണിക്കേഷൻ അത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന 3 waves ആണ്. ഒന്ന് റേഡിയോ, മൈക്രോവേവ് ആൻഡ് ഇൻഫ്രാറെഡ്. വയർലെസ് transmission is one in which data is propagated through air medium. In the case of wireless communication, but which is a channel? Which is the channel used in wireless communication? Space or air. Air is the medium in the case of wireless communication. അല്ലേ? അതെ സർ. Atmosphere is space. Air ആണ് transmission medium in the case of wireless communication. In wireless transmission, the 2 communicating devices are not required to be connected through any physical channel. End-to-end connection established ചെയ്യുന്നില്ല. Wireless communication is easy to set up, install and maintain. Wireless channel is helpful and convenient to reach location otherwise difficult to lay down or install the physical or wired channel. In general,
following wireless media are widely used: microwave, radio wave, and infrared. Microwave transmission. In microwave are the electromagnetic waves of frequencies in the range of 1 and 300 gigahertz. Microwave അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 to 300 gigahertz ആണ്. Due to high frequency, this narrow focus and unidirectional ഇതിന്റെ സിഗ്നൽ സ്ട്രെങ്ത് നാരോ ആയിരിക്കണം, നാരോ ആണ്, യൂണിഡയറക്ഷണൽ വൺ ഡയറക്ഷണലും ആണ്. As the signal is narrow focused, both ends, transmitter and the receiver antennas, should be in the line of sight to each other. In the case of microwave, ഇത് സെന്ററിന്റെ അടുത്തുള്ള ട്രാൻസ്മിറ്റിംഗ് ആന്റിനായും റിസീവറിന്റെ അടുത്തുള്ള റിസീവിംഗ് ആന്റിനായും രണ്ടും ലൈൻ ഓഫ് കൺട്രോളിലായിരിക്കും. അത് സ്ട്രൈറ്റ് ലൈനിലായിരിക്കും, അല്ലെങ്കിൽ അത് വിസിബിൾ ആയിരിക്കും, അതല്ലെങ്കിൽ അത് കറക്റ്റ് ഒരു പാത്ത് വേസിലായിരിക്കും. അതാണ് ഇൻ ദ കേസ് ഓഫ് മൈക്രോവേവ് ട്രാൻസ്മിഷൻ. A signal is narrow. To transmit the signal at a long distance, the height of antennas need to be very tall. Microwave signals cannot pass through obstacles due to its high frequency band. Hence, the signal cannot be delivered if the receiver is not in open area. Signals cannot be delivered if the receiver is not in open area. Receiver open area അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട്. As the frequency band is wide range 1 to 300 gigahertz, data transmission can take place at a very high speed. Many simultaneous transmission can take place by allocating frequency subbands and separate apart from each other to overcome the interference of each other. Some of the frequency bands are reserved and need to take permission before use from authorities. അതുകൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്, ചില മൈക്രോവേവ് സിഗ്നൽസ് പാസ് ചെയ്യണമെങ്കിൽ പെർമിഷൻ വാങ്ങിക്കണം. നമ്മൾ ഈ ഫ്രീക്വൻസി, ചില ഫ്രീക്വൻസിയിലുള്ള വേവ്സ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിലും റിസീവ് ചെയ്യണമെങ്കിലും അതോറിറ്റീസിന്റെ അടുത്ത് നിന്ന് ഗവൺമെന്റ് പെർമിഷൻ. കാരണം ചാനലുകൾ, ഓരോ ചാനലുകൾക്ക് ഓരോ ഫ്രീക്വൻസി അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫ്രീക്വൻസിയിലാണ് അവര് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഓഡിയോയും വീഡിയോയും ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. റിസീവേഴ്സ് എൻഡിലും ആ ഒരു ഫ്രീക്വൻസി, ആ ഒരു ഹെഡ്സ് നമ്മൾ റിസീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ചാനൽ കിട്ടുന്നത്. അപ്പം ഈ ഓരോ ബാൻഡ് വിഡ്ത്ത് ഓരോ ചാനലിനും അലോട്ട് ചെയ്യുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയാണ്. അപ്പം പെർമിഷൻ ഇല്ലാതെ ഇങ്ങനത്തെ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള സിഗ്നൽസ് പാസ് ചെയ്യാൻ പോസിബിൾ അല്ല. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. മൈക്രോവേവ് സിഗ്നൽസ് ക്യാപ്ചർ ചെയ്യുന്ന മൈക്രോവേവ് ആന്റിന ഉപയോഗിച്ചാണ്. ആന്റിന നമ്മുടെ പഴയ കേബിൾ ടിവിയുടെ അംബർല പോലത്തെ ഒരു ഡിവൈസ് ഉണ്ട്. ആ ഡിവൈസ് മൈക്രോവേവ്സ് വന്ന് തട്ടും, അതിനെ സെൻട്രൽ പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്ന, ഫോക്കസ് ചെയ്യുന്നിടത്ത് നമ്മൾ ഡേറ്റ പാരാബോളിക് ഡിഷ് ആന്റിന ഉപയോഗിക്കുന്നത്, ദെൻ ഹോൺ ആന്റിനായി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചാണ് നമ്മുടെ ഡേറ്റ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. The design of parabolic antenna is such that a wide range of waves are collected and concentrated to a point, forming the high strength signal otherwise would not possible with a single point receiver. Another antenna used in the microwave transmission is the horn antenna. The physical shape of the horn antenna is like a huge scope, as shown നിങ്ങളുടെ ടെസ്റ്റ് ഫിഗർ ഉണ്ട്. Signals transmitted hits the inner surface and transmitted as narrow parallel beams. At the receiver end, the signals hit on the scooped shape of the horn, then data will be collected in a single point. And in the horn antenna വ്യത്യാസം. മൈക്രോവേവിന് രണ്ട് കാറ്റഗറീസ് ഉണ്ട്. ടെറിസ്റ്ററിയൽ മൈക്രോവേവും സാറ്റലൈറ്റ് മൈക്രോവേവും. Terrestrial microwave are used to communicate the data between transmitter and the receiver, both located on the earth. ഭൂമിയിൽ തന്നെ, എർത്തിൽ തന്നെ ലൊക്കേറ്റ് ചെയ്യുന്ന റിസീവറും ട്രാൻസ്മിറ്ററും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ടെറിസ്റ്ററിയൽ മൈക്രോവേവ് എന്ന് പറയുന്നത്. അതിന്റെ കപ്പാസിറ്റി 2 to 6 GHz
പറ്റും. ടിപ്പിക്കലി ബിറ്റ്വീൻ 2 to 6 GHz or 21 to 23 GHz ഓഫ് മൈക്രോവേവ് റേഞ്ച് ആണ് ഉപയോഗിക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സാറ്റലൈറ്റ് മൈക്രോവേവ് അതിന്റെ സെൻഡറും റിസീവറും ഇടയ്ക്ക് ഒരു സാറ്റലൈറ്റ് മീഡിയം കാണും. സാറ്റലൈറ്റ് മൈക്രോവേവ് ആർ യൂസ് ടു ട്രാൻസ്മിറ്റ് ഡാറ്റ ബിറ്റ്വീൻ ദ ലൊക്കേഷൻസ് നോട്ട് ഇൻ ദ ലൈൻ ഓഫ് സൈറ്റ്. അതായത് ഇത് നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടൊരു സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് പോസിബിൾ ആക്കുന്ന സംഗതിക്കാണ് ടെറിസ്റ്ററിയൽ മൈക്രോവേവ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സാറ്റലൈറ്റ് ലൈൻ ഓഫ് കൺട്രോളിലായിരിക്കത്തില്ല സെൻഡറും റിസീവറും. ഒരു പക്ഷെങ്കിൽ ഒരു കോണ്ടിനെന്റിൽ നിന്ന് അടുത്ത കോണ്ടിനെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ്. അതിന് ഇടയ്ക്ക് എപ്പോഴും ഒരു സാറ്റലൈറ്റ് മീഡിയം കാണും, ഒരു ഇന്റർ കണക്ടർ കാണും. Satellite microwave are used to transmit the data between the locations not in the line of sight to each other, that is on opposite side of earth. അതായത് ഒരു കോണ്ടിനെന്റ് സൈറ്റിന്റെ ഒരു നമ്മുടെ എർത്തിന്റെ ഒരു ചെറിയൊരു പ്ലെയിൻ കാണുമ്പോൾ അതിന്റെ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ ട്രാൻസ്മിഷൻ നടക്കണമെങ്കിൽ അത് ലൈൻ ഓഫ് കൺട്രോളിലല്ല. അപ്പോൾ ഇടയ്ക്ക് ഒരു സാറ്റലൈറ്റിന്റെ ഒരു ഹെൽപ്പ് വേണം. അങ്ങനെ പോസിബിൾ ആകുന്നതിനാണ് സാറ്റലൈറ്റ് മൈക്രോവേവ് എന്ന് പറയുന്നത്. ഇതിന്റെ റേഞ്ച് 4 to 6 GHz ആണ്. Due to lower frequency environmental factors affect the transmission of the satellite microwave signals. Many of the times you might have noticed that bad weather TV signals become very poor. അതായത് നമ്മൾ കൂടുതൽ റെയിനി സീസണിൽ അല്ലെങ്കിൽ ബാഡ് വെതർ ഉള്ള സമയത്ത് പലപ്പോഴും കേബിള് കിട്ടാതെ വരുന്നതൊക്കെ, നേരത്തെ ഇപ്പൊ പ്രശ്നമില്ല, കേബിള് കിട്ടാതെ വരുന്നതൊക്കെ ഇതിന്റെ സാറ്റലൈറ്റ് മൈക്രോവേവിന്റെ ഒരു പ്രോബ്ലം ആണ്. കാരണം ഇതിന്റെ റേഞ്ച് കുറവാണ്. ടിപ്പിക്കലി ഇൻ ദ റേഞ്ച് 4 to 6 GHz ആണ്. ഓക്കെ. Then radio transmission. Radio waves are electromagnetic waves of frequencies in range 3 kHz to 1 GHz. റേഞ്ച് കുറഞ്ഞു വരുവാണ്. മറ്റേ 3 MHz to 6 MHz ഒക്കെ ആയിരുന്നു. ഇവിടെ 3 kHz to 1 GHz ആണ്. വാട്ട് ഈസ് കിലോഹെർട്സ് and what is gigahertz? കിലോഹെർട്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? What is the frequency? What is mean by frequency? Number of cycles. Number of signals per second. Okay. Number of signals per second ആണ് ഫ്രീക്വൻസി. അപ്പം ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 3 kHz to 1 GHz ആണ്. എന്ന് പറഞ്ഞാൽ കിലോഹെർട്സ് മീൻസ് yesterday I have already mentioned that 10⁻³ to 10⁻⁹. അതാണ് റേഡിയോ ട്രാൻസ്മിഷൻ, റേഡിയോ സിഗ്നൽസിന്റെ റേഞ്ച് എന്ന് പറയുന്നത് അല്ലേ. റേഡിയോ വേവ്സ് ആർ പ്രൊപ്പഗേറ്റഡ് in omnidirection, that is in all directions. Due to propagation of radio waves in omnidirection, the communication antennas at both ends need not be in the line of sight to each other. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു എർത്തിന്റെ ഒരു കാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് ഒരു കർവ് ഷേപ്പ് വരുന്നതുകൊണ്ട് ഇത് ലൈൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി പോസിബിൾ ആണ്. To the omnidirectional propagation of radio waves, antenna transmitting and receiving signals with the same or nearby frequencies may experience interference. Microwave where same frequencies can be reused in radio waves, frequency reuse of another transmission is not possible. Low frequencies radio waves are capable to penetrate the walls. That is a characteristics of the radio transmission. അത് കോൺക്രീറ്റ്, മെറ്റൽ ഇതൊക്കെ പെനിട്രേറ്റ് ചെയ്ത് കയറി പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ലോ ഫ്രീക്വൻസി റേഡിയോ വേവ്സ് ആർ capable to penetrate the walls and can be received even within the building. This advantage sometimes becomes disadvantage as signals cannot be restricted to a communication cannot take place in the isolation. ചില സ്ഥലത്ത് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ എത്തരുത് എന്ന് നമ്മൾ വിചാരിച്ചാൽ പക്ഷെ അത് ഇത് പെനിട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് അത് ഡ്രോബാക്ക് ആണ്. ഓക്കെ. റേഡിയോ വേവ്സ് കമ്മ്യൂണിക്കേഷൻ ഈസ് യൂസ്ഫുൾ ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. വാട്ട് ഈസ് AM and FM? Amplitude modulation, frequency modulation, TV. Okay. Maritime radio, cordless phones, these all devices are working with the help of radio
transmission. Okay, AM radio, FM radio, TV, maritime radio, cordless phone, these all are working with the radio transmission waves. But in the case of infrared and millimeter waves, infrared waves are used in short range communication limited to some feet within the room, within the office. Infrared have frequencies in the range of 300 gigahertz to 400 hertz. These waves cannot penetrate walls, making a line of sight communication. Infrared waves are generally used in remote control, just at 10 or 15 meters, used in the remote control. Then sun's rays also have infrared, ultraviolet, infrared, sun rays, which can be interfere the other communication, making communication open space impartial. Last is wireless LAN. Already mentioned wireless LAN, IEEE 802.11. Wireless LAN, mostly the channel is on space or air. Okay. Wireless LAN is a type of local area network in which systems are connected to each other wirelessly without wireless. Communicate through radio wave channel, and waves are in the terms of radio waves. The radio wave propagate in omnidirectional waves, so in wireless LAN, systems are not to be in line of sight. It is not necessary to establish in line of sight with the transmitter and receiver is not in the same space or same distance. Wireless LAN is easy to install and maintain. Wireless LAN is generally installed in places where computer or end devices are located in closely proximity, like computer lab, in school or college. It provides a bandwidth of 1 to 2 megabits per second. Bandwidth എന്ന് പറയുന്നത് 1 to 2 megabits ആണ്. എല്ലാ കമ്മ്യൂണിക്കേഷന്റെ ഫ്രീക്വൻസി ഒന്ന് പഠിച്ചു വെക്കാൻ നല്ലതാണ്. റേഞ്ച്, ഓക്കെ, ക്ലിയർ ആയോ? വാട്ട് ഈസ് പാരലൽ കമ്മ്യൂണിക്കേഷൻ, സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇന്നലെ പറഞ്ഞ മനസ്സിലായല്ലോ അല്ലേ? സിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ, അസിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ, ഐസോക്രണസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ മനസ്സിലായോ? മനസ്സിലായിരുന്നു സാർ. മനസ്സിലായി? അതെ അതെ മനസ്സിലായി. ഒന്ന് നിങ്ങൾ വായിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, then unit 3, data encoding and multiplexing. What is multiplexing? Multiplexing, what is heard this name of multiplexing? Multiplex, max and dmux. Yeah, you have any subject related to the digital signals, digital subject earlier? This is your 4th semester, isn't it? No sir, second. Oh, second semester, okay. ഓക്കെ, നിങ്ങൾക്ക് ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സെമസ്റ്റർ പഠിച്ചിട്ടുണ്ടോ? ഡിജിറ്റൽ സിഗ്നൽസ് ഇല്ല അല്ലേ? അത് തന്നെ, ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഗേറ്റ്സ് പഠിച്ചിട്ടുണ്ടോ? അത് തന്നെ, അത് പഠിച്ചിട്ടുണ്ടോ? ഏത് സെമസ്റ്ററിൽ, ഏത് സബ്ജക്ട്? മാത്സിലോ? ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലെ. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾ മാത്സ് പഠിച്ചു, മാത്സും ഡിമാക്സ് ഒന്നും പഠിച്ചിട്ടില്ല? ഇല്ല. ജെകെ ഫ്ലിപ്പ് ഫ്ലോപ്പ്, ആർഎസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒന്നും പഠിച്ചിട്ടില്ല? ഇല്ല. എംസിയുടെ ഭാഗമായിട്ട് പഠിച്ചിട്ടില്ല. ഓക്കെ. Multiplexing means to convert one form to another form. That is mean by multiplexing. Then mux. Then demux means to reverse process of mux. അതായത് നമ്മൾ ഒരു ഫോമിനെ വേറെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ കൺവേർട്ട് ചെയ്യുന്ന ഫോം നമ്മൾ മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. റിസീവേഴ്സ് എൻഡിൽ അതിന്റെ റിവേഴ്സ് പ്രോസസ്സിൽ നമ്മൾ ഡേറ്റ
പ്രോസസ് ചെയ്തിട്ടാണ് ഡാറ്റ റിട്രീവ് ചെയ്യുന്നത്. ഒറിജിനൽ ഡാറ്റ നമ്മൾ റിസീവ് ചെയ്യുന്നത്, അതിനാണ് ഡിഎംഎക്സ് എന്ന് പറയുന്നത്. ഓക്കെ, from the description, it is a previous block how a data is transmitted through a channel or wired or wireless in the form of an analog or digital signal. In this unit, we will elaborate on the techniques to produce these type of signals from analog or digital data. We will look at the brief on the following encoding techniques. Encoding bar conversation techniques. നമുക്ക് 2 ടൈപ്പ് സിഗ്നൽസ് ആണുള്ളത്. ഏതൊക്കെയാണ്? അനലോഗ് സിഗ്നലും ഡിജിറ്റൽ സിഗ്നലും. നമ്മളിപ്പോ ഈ പറയുന്ന ഇൻഫ്രാറെഡ്, വയർലെസ്, വയേർഡ്, ഇതിനെല്ലാം നമ്മൾ പക്ഷെ സിഗ്നൽസ് പാസ് ചെയ്യുന്നത് അനലോഗോ ഡിജിറ്റലോ ആയിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് എൻകോഡിങ് ഡീകോഡിങ് എന്ന് പറയുന്ന വരുന്നത് അനലോഗ് ഡാറ്റ ടു ഡിജിറ്റൽ ഡാറ്റ വരും, അനലോഗ് ഡിജിറ്റൽ ടു അനലോഗ് വരും. അനലോഗ് ഡാറ്റ ആസ് ആൻ അനലോഗ് സിഗ്നൽ, അനലോഗ് ഡാറ്റ അനലോഗ് ആയിട്ട് തന്നെ നമുക്ക് പാസ് ചെയ്യാം, അനലോഗ് ഡാറ്റ ഡിജിറ്റൽ ആയിട്ട് പാസ് ചെയ്യാം, ഡിജിറ്റൽ ഡാറ്റ ഡിജിറ്റൽ ആയിട്ട് പാസ് ചെയ്യാം, ഡിജിറ്റൽ ഡാറ്റ അനലോഗ് ആയിട്ട് പാസ് ചെയ്യാം. ഓക്കെ, ശരിയല്ലേ? അനലോഗ് ഡാറ്റ അനലോഗ് ആയിട്ട് തന്നെ പാസ് ചെയ്യാം, അനലോഗ് ഡാറ്റ കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ ആയിട്ട് പാസ് ചെയ്യാം, തിരിച്ച് ഡിജിറ്റൽ ഡാറ്റ ഡിജിറ്റൽ ആയിട്ട് തന്നെ പാസ് ചെയ്യാം, ഡിജിറ്റൽ ഡാറ്റ കൺവേർട്ട് ചെയ്ത് അനലോഗ് ആയിട്ട് പാസ് ചെയ്യാം. ഓക്കെ, encoding usually cannot send a signal containing information directly over a transmission medium, at least not for long distances. For example, the sound of our voice can only travel a few hundred meters. If we want to send our voice to the next city, we have to be able to transfer our voice to another form, that is electrical signal, that can then be sent to long distance. Then we would be also need to perform the reverse conversation at the other end. അതായത് മനസ്സിലായോ? നമ്മളൊന്ന് ശബ്ദം വെച്ചാൽ, നമ്മളൊന്ന് വിളിച്ചാൽ നമുക്ക് മാക്സിമം പോയാൽ മീറ്റേഴ്സ് കേൾക്കത്തുള്ളൂ. അത് 2, 3 അല്ലെങ്കിൽ 10, 15 മീറ്ററിലെ നമുക്ക് ഒരാളെ വിളിച്ചാൽ, രാമു അല്ലെങ്കിൽ ഹലോ ഹായ് എന്ന് വിളിച്ചാൽ നമ്മൾക്ക് എത്ര ശബ്ദത്തിൽ പറഞ്ഞാൽ പോലും ഒരു മീറ്റേഴ്സ്, ഒരു സെർട്ടൺ മീറ്റേഴ്സ്, ഒരു 10 മീറ്റർ 15 മീറ്ററിൽ നമുക്ക് നമ്മുടെ സൗണ്ട് കേൾക്കത്തുള്ളൂ. പക്ഷെ ഇത് കിലോമീറ്റർ പാസ് ചെയ്യണം. നമ്മൾ പല വോയിസ് ക്ലിപ്പ് ഒക്കെ നമ്മൾ അയക്കും ഇല്ലേ? കോണ്ടിനെന്റ് മാറി, കൺട്രി മാറി ഒക്കെ നമ്മൾ അയക്കുന്നുണ്ട്. എർത്തിന്റെ ഇങ്ങേ കോർണറിൽ നിന്ന് അങ്ങേ കോർണറിലേക്കൊക്കെ നമ്മൾ അയക്കും. എങ്ങനെ അയക്കും? നമ്മുടെ വോയിസ് ക്ലിപ്പ് കൺവേർട്ട് ടു ഡിജിറ്റൽ സിഗ്നൽ അല്ല ഇലക്ട്രിക് സിഗ്നൽ, അങ്ങനെ ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവേഴ്സ് എൻഡിൽ എത്തിയിട്ട് ഇത് നമ്മൾ ഇവിടെ സെൻട്രലിൽ എന്ത് നടത്തിയോ അതിന് റിവേഴ്സ് പ്രോസസ് നടത്തിയിട്ടാണ് നമ്മൾ ഇത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നത് അല്ലേ? അങ്ങനെ ഒരു ഫോമിൽ നിന്ന് സെക്കൻഡ് ഫോമിലോട്ട് മാറ്റിയാണ് നമ്മൾ ഡേറ്റ പലതും പാസ് ചെയ്യുന്നത്. We have to able to transfer or okay then we see that to send a signal over a physical medium, we need to encode or transfer the signal in some way so that the transmission medium can transmit. The sender and the receiver must agree on what kind of transformation has been done so that സെൻഡറിനും റിസീവറിനും അതിന്റെ ഏത് ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്, ഏത് ഫോമിലേക്കാണ് റിവേർട്ട് ചെയ്യുന്നത് എന്ന് രണ്ടുപേരും തമ്മിൽ ഒരു എഗ്രിമെന്റ് വേണം, ഒരു അറിഞ്ഞിരിക്കണം. ഓക്കെ, കറക്റ്റ് ശരിയല്ലേ? The information content in a signal is based upon having some changes. For example, if we just send a pure sine wave where the voltage varies with the time as a sine function, then we cannot convey much information apart from the fact that there is some entity at the other end that is doing transmitting. What is mean modulation? What is a modulation? Analog to digital. അതായത് അത് നമ്മൾ പറഞ്ഞ തന്നെ, അതായത്
our signal and information are both on the analog type. The act of changing or encoding the information in the signal is known as modulation. The act of changing or encoding the information in the signal is known as modulation. Okay. നമ്മുടെ data signal ആയിട്ട് convert ചെയ്യുന്നതിനാണ് modulation എന്ന് പറയുന്നത്. A good example of such encoding is radio broadcasting. Here we primarily want to send sound in some form over the atmosphere to the receiving radio set. Okay, sound is converted into an analog electrical signal at the source and is used to encode the signal, which is the base frequency at which the transmission is being done. The receiver's process is performed at the radio set to receive the information in electric form, which is then converted back to the sound so that we get the information correctly. Okay. In the case of modulation, there are mainly 3 types of modulations are available. 3 types of modulations are used. First is amplitude modulation. Second is frequency modulation. Then third is phase modulation. Okay. In amplitude modulation, where the amplitude of the signal is changed depending on the information to be sent. Amplitude modulation എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫോമിൽ നിന്ന് അടുത്ത ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും ചേഞ്ച് സംഭവിക്കുന്നത്. വാട്ട് ഈസ് മീൻ ആംപ്ലിറ്റ്യൂഡ്? അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അതിന്റെ എക്സ്ട്രീം ടോപ്പ്. നമ്മൾ ഒരു സിഗ്നൽ ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ എക്സ്ട്രീം ടോപ്പ് ചെന്നിട്ടാണ് താഴോട്ട് വന്നിട്ട് പോസിറ്റീവ് എക്സ്ട്രീം ടോപ്പ് ചെല്ലും, ദെൻ സീറോയിൽ വരും, നെഗറ്റീവ് എക്സ്ട്രീം ടോപ്പിൽ വരും, ദെൻ സീറോയിൽ വരും. അങ്ങനെയാണ് സിഗ്നൽ പോകുന്നത് അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. വേർ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി സിഗ്നൽ ഈസ് ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻഫർമേഷൻ ടു ബി സെൻഡ്. ആംപ്ലിറ്റ്യൂഡ് കൺവേർട്ട് ചെയ്യുന്നതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ, ഒരു ഫുൾ സിഗ്നൽ അതിന്റെ ഒരു പോസിറ്റീവ് എൻഡും സീറോയും നെഗറ്റീവ് എൻഡും അങ്ങനെ ഫുൾ സിഗ്നൽ കൺവേർട്ട് ചെയ്യും. വേർ ദ ഫ്രീക്വൻസി ഓഫ് ദി സിഗ്നൽ ഈസ് ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ദി ഇൻഫർമേഷൻ. അതിന്റെ ഫ്രീക്വൻസി ഫുള്ള് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫേസ് മോഡുലേഷൻ, പോസിറ്റീവ് സ്പേസോ നെഗറ്റീവ് ഫേസോ, അപ്പം ഒരു സിഗ്നൽ 2 ഫേസ് ഉണ്ട്, പോസിറ്റീവ് ഫേസും നെഗറ്റീവ് ഫേസും ഉണ്ട്. അപ്പൊ അതിന്റെ ഫേസ് മോഡുലേഷൻ വേർ ഇറ്റ് ഈസ് ദ ഫേസ് ഓഫ് എ സിഗ്നൽ ദാറ്റ് ഈസ് ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ഇൻഫർമേഷൻ ടു ബി സെൻഡ്. പോസിറ്റീവ് ഒന്നെങ്കിൽ പോസിറ്റീവ് ഫേസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് ഫേസ് ആയിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതാണ് ഫേസ് മോഡുലേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് മോഡുലേഷൻ 3 ടൈപ്പ് ഉണ്ട്: ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി ആൻഡ് ഫേസ് മോഡുലേഷൻ. ഓക്കെ. എക്സാമ്പിൾസ് നിങ്ങൾ നോക്കണം. ഈ ഓരോ ഇതിനും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഫ്രീക്വൻസി മോഡുലേഷനും ഫേസ് മോഡുലേഷനും എക്സാമ്പിൾസ് ഉണ്ട്. AM റേഡിയോ, FM റേഡിയോ, അങ്ങനത്തെ പലതിനും അതിന്റെ റേഞ്ചും ഉണ്ട്. നമ്മൾ പറഞ്ഞ പോലെ കപ്പാസിറ്റി ഉണ്ട്, 50 FM അങ്ങനെ കപ്പാസിറ്റി ഉണ്ട്, 4.5 MHz to 5.5 MHz. അതൊന്നും നിങ്ങൾ നോക്കണേ. Then next modulation is, നമ്മൾ നാല് തരത്തിൽ ഡാറ്റ കൺവേർട്ട് ചെയ്യുന്നു പറഞ്ഞു. 4 ടൈപ്പ് ഏതൊക്കെയാണ്? അനലോഗ് ടു അനലോഗ്, അനലോഗ് ടു ഡിജിറ്റൽ, ഡിജിറ്റൽ ടു ഡിജിറ്റൽ, ഡിജിറ്റൽ ടു അനലോഗ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അനലോഗ് ടു അനലോഗ് ആണ്. അടുത്ത അനലോഗ് ടു ഡിജിറ്റൽ മോഡുലേഷൻ. ഓക്കെ, ഈ അനലോഗ് ടു ഡിജിറ്റൽ മോഡുലേഷനിലും നമ്മൾ ഇതേ 3 ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അത് ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓക്കെ, ബട്ട് ഡാറ്റ അത് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു അനലോഗ് ഡിജിറ്റലിലേക്ക് ആയതുകൊണ്ട് അത് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും അത് വേറൊരു ലെവലിലാണ് റിസീവ് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അതിന്റെ കറക്റ്റ് ഫിഗർ കൊടുത്തിട്ടുണ്ട്. അനലോഗ് ടു അനലോഗ് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫേസ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ
ആ ഫേസിന്റെ ഒരു certain ലെവലിൽ എത്തുമ്പോൾ കട്ട് ഓഫ് ആവും. എന്നിട്ട് ആ റേഞ്ച് ആണ് നമ്മൾ ഡിജിറ്റലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എടുക്കുന്നത്. പോസിറ്റീവ് വേവ്സും നെഗറ്റീവ് വേവ്സും അങ്ങനെ തന്നെയാണ് അനലോഗ് ഡിജിറ്റലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എടുക്കുന്നത്. ഓക്കെ, തിരിച്ച് ഡിജിറ്റൽ ടു അനലോഗ് മോഡുലേഷൻ. So far we have looked at the codification of analog data where the source information could take up any value. We also have need for the reverse type of encoding where the binary digital values have to be encoded in an analog signal. എപ്പോഴാണ് നമുക്ക് ഈ ഡിജിറ്റലിൽ നിന്ന് അനലോഗിലോ ട്രാൻസ്ഫറിന്റെ ആവശ്യം വരുന്ന അറിയാമോ? എക്സാമ്പിൾ പറയാമോ? ലോങ് ഡിസ്റ്റൻസിലേക്ക് അതല്ല, ഈ നമ്മള് നേരത്തെ, അതായത് നേരത്തെ ഒരു ടെക്നോളജി ഇത്രയും ഡെവലപ്പ് ചെയ്തതിന് മുമ്പ് ഒരു 10 years ബാക്ക് സിഗ്നൽസ് കൂടുതലും അനലോഗ് സിഗ്നൽസ് ആയിരുന്നു അല്ലേ? കമ്മ്യൂണിക്കേഷൻ കൂടുതലും അനലോഗ് സിഗ്നൽസ് ആയിരുന്നു. ഈവൻ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ പോലും കൂടെ അനലോഗ് സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മളത് ഡിജിറ്റൽ സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ടെലിഫോൺ സിഗ്നൽസും TV സിഗ്നൽസും റേഡിയോ സിഗ്നൽസും ഒക്കെ ഈവൻ ഇലക്ട്രിസിറ്റി അങ്ങനത്തെ എല്ലാം അനലോഗ് സിഗ്നൽസ് ആയിരുന്നു. ഇലക്ട്രിസിറ്റി ഇപ്പോഴും അനലോഗ് ആണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ ഡിജിറ്റൽ സിഗ്നലോട്ട് മാറി. കാരണം എല്ലാം ഒരു 99% ഡിജിറ്റൽ സിഗ്നലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ സ്റ്റിൽ നമ്മൾ അനലോഗിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നു, അനലോഗിനെ അനലോഗ് ആയിട്ട് ഉപയോഗിക്കുന്നു, ദെൻ അനലോഗിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഡിജിറ്റലിനെ അനലോഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പറയാമെന്നാണ് ചോദിച്ചത്. എവിടെയാണ് നമ്മൾ അനലോഗ് സിഗ്നൽ ഉപയോഗിക്കുന്നത്? എവിടെയാണ്? അനലോഗ് സിഗ്നൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ടെലിഫോൺ നെറ്റ്വർക്സിലാണ് അനലോഗ് സിഗ്നൽ ഉപയോഗിക്കുന്നത് അല്ലേ? ശരിയല്ലേ? അതെ അതെ. അപ്പം നമ്മൾ ഈ ഡിജിറ്റലിൽ നിന്ന് അനലോഗിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത് എപ്പോഴെങ്കിലും കമ്പ്യൂട്ടർ ടെലിഫോണുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് ഈ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? റിയൽ ലൈഫിൽ, റിയൽ ടൈമിൽ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഹെഡ്ഫോൺ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഹെഡ്ഫോൺ നമ്മള് കമ്പ്യൂട്ടറെ കുത്തി ഹെഡ്സെറ്റ് ഉപയോഗിച്ച് അത് തന്നെ കമ്പ്യൂട്ടറെ കുത്തി നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് സംഭവിക്കാം. അതല്ല നമുക്ക് നമ്മൾ സാധാരണ ഒരു കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയം ഉണ്ടായിരുന്നു. അതായത് ഈ ജൂക്ക് ബോക്സ് എന്ന് പറയുന്ന സംഗതി നേരത്തെ ഇല്ലായിരുന്നു. ജൂക്ക് ബോക്സ്, അതായത് ഫോൺ വിളിച്ച് നമ്മൾ ആള് എടുക്കുന്നില്ല, അതല്ലാതെ ഫോൺ വിളിച്ച് നമുക്ക് സ്ക്രീനെ കണ്ടോണ്ട് നമുക്ക് സോങ് സെലക്ട് ചെയ്യുന്ന സംഗതിയൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ? നമ്പർ ഡയൽ ചെയ്തിട്ട്. അത് തന്നെ. അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ട് ചെയ്താണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ കമ്പ്യൂട്ടർ ഫോണുമായിട്ട് ഇന്ററാക്ട് ഉള്ളൂ, ഒരു പേഴ്സൺ അതിന്റെ മിഡിൽ ഇല്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഡിജിറ്റൽ ടു അനലോഗ് ട്രാൻസ്മിഷൻ വേണ്ടി വരുന്നത്. ഓക്കെ, there are three types of digital to analog modulation. First is amplitude shift keys, frequency shift keys and phase shift keys. നമ്മൾ അപ്പറേ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് മൂന്ന് മോഡുലേഷന് ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീ, ഫേസ് ഷിഫ്റ്റ് കീ ആൻഡ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീസ് ആണ് പറയുന്നത്. ഓക്കെ, then next conversion is digital to digital encoding. Okay,
digital to digital. Let us know combination. Let us look at the last combination of encoding possible from digital to digital signals. A simple example is when sending data from a computer to a printer. Okay, computer to a printer. Both devices are recognized by the digital form, both of which understand digital signals. The transmission has to be for short distance over the printer cable and occurs as a series of digital pulses. Another example of such encoding is for transmission over local area networks such as Ethernet, token bus, token ring, where the communication is between computer and computer. Computer രണ്ട് ഡിജിറ്റൽ ഡിവൈസസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഡിജിറ്റൽ ടു ഡിജിറ്റൽ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഡേറ്റ കൺവേർഷൻ വരുന്നത്, അല്ലേ? Yes. This kind of encoding is really of 3 types. As we will look at each of the types again, there can be many other mechanisms other than the one discussed in this unit, but we will look only in the method that used in the data communication application. These types of unipolar, polar, and bipolar techniques. The kind of encoding in the case of digital to digital is mainly 3 types: unipolar, polar, and bipolar techniques. This is a simple mechanism. In the case of unipolar encoding, this is a simple mechanism but is rarely used in practice because of the inherent problems of the method. As the name implies, there is only one polarity used in the transmission of the pulse. അതായത് യൂണിപോളാർ എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ സിഗ്നലിലെ ഒന്നെങ്കിൽ അത് ഡേറ്റ എടുക്കുന്നത് പോസിറ്റീവ് പൾസ് അല്ല പോസിറ്റീവ് നമ്മുടെ പോസിറ്റീവ് നമ്മുടെ ഇതിന് മുകളിലേക്കുള്ള പോസിറ്റീവ് വേവ്സ് മാത്രമേ എൻകോഡിങ് എടുക്കത്തുള്ളൂ. അതാണ് യൂണിപോളാർ എന്ന് പറയുന്നത്. ആ യൂണിപോളാർ തന്നെ ഒരു പക്ഷേ നെഗറ്റീവ് എടുക്കാം, പക്ഷെ പോസിറ്റീവ് നെഗറ്റീവ് മാറി മാറി എൻകോഡിങ് നടത്തത്തില്ല. ഒന്നെങ്കിൽ പോസിറ്റീവ് എടുത്താൽ എല്ലാ പോസിറ്റീവ് സിഗ്നൽസ് മാത്രമേ എൻകോഡിങ് നടത്തുള്ളൂ. നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് സിഗ്നൽസ് മാത്രമേ എൻകോഡിങ് നടത്തുള്ളൂ. ഓൾട്ടർനേറ്റീവ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് എൻകോഡിങ് നടത്തത്തില്ല. അതാണ് യൂണിപോളാർ. ഓക്കെ. But in the case of polar, unlike unipolar schemes, the polar methods used both a positive as well as a negative voltage level to represent the bits. In the case of polar system, polar encoding, both the positive signals and negative signals encoding in എടുക്കുന്നുണ്ട്. So a positive voltage may represent as a 1 and a negative voltage may represent 0 or the vice versa. The other way തിരിച്ചു ഉപയോഗിക്കാം, because both positive and the negative voltage are present. The voltage is much lower than the unipolar case. In the case of bipolar, unipolar, polar, and bipolar, this encoding method uses 3 levels with a 0 voltage representing a 0 and 1 being represented positive and negative voltage respectively. In the case of bipolar, avade 3 numbers അല്ല 3 numerics കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒന്ന് 0യും +1ഉം -1ഉം. This encoding methods use 3 levels with a 0 voltage representing a 0 and 1 being represented a positive and negative voltage respectively. പോസിറ്റീവ് 0യും നെഗറ്റീവ് 3ഉം റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബൈപോളാർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത് ക്ലിയർ ആയോ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ടെക്സ്റ്റ് വായിച്ചിട്ട് സംശയം ഉണ്ടെങ്കിൽ നാളെയാണെങ്കിലും ചോദിക്കണം. ഓക്കെ. Okay. Yes, sir. In the case of transmission of data or a network, whether wireless or
not requests are solved to problem being able to send a large amount of data among different group of recipients at the same time without the message of one being mixed up with those of other. For example, think of the thousands of radio television channels that are being broadcast throughout the world simultaneously, or of the millions of telephone conversations that are taking place every minute of the day. This feat is achieved by multiplexing, transmission in some way. In this unit, we will look at the different methods of multiplexing that are commonly used: frequency division multiplexing, time division multiplexing. This division multiplexing again can be synchronous and statistical. Fourth chapter, multiplexing and switching. The objectives of the state what multiplexing and switching mean. State how a telephone line can be used for transmitting data using ADSL. Describe the difference between ADSL and cable television for data access. Okay. If one wanted to send a data between a single source and a single destination, thing would be comparatively easy. Okay. അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക്, ഒരു സിംഗിൾ സിസ്റ്റത്തിലേക്ക് ഒരു സിംഗിൾ സിസ്റ്റത്തിൽ നിന്ന് വേറെ ഒരു നോഡിൽ നിന്ന് വേറെ നോഡിലോട്ട്, അല്ലെങ്കിൽ ഒരു കൊളീഷനും ഒന്നും ഇല്ലാതെ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറെ നെയ്ബറിംഗ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. അങ്ങനത്തെ ഒരു ഹർഡിൽസ് വരുന്നില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് all, it would need a single channel between the two nodes of a capacity sufficient to handle the rate of transmission based on the Nyquist theorem and other practical consideration. Granted that there would be no other claims for these resources, there would be no need for sharing and no contention. The transmission channel would be available to the sole users in the all times and any frequency which they choose could be broadcasting case. We could have a single source transmitting at the time with choosing at the any agree upon the frequency. However, things are not so straightforward in the real way. We have a large number of nodes, each of which may transmitting or receiving from or to possibly different nodes in every time. These transmission could be happening at the same moment. So when we need to transfer data on a large scale, we run into the problem to how to do this simultaneously, because there can be many different sources and the intended recipients for each source are often different. The transmission resources that is available frequencies is scarce compared to the large number of users. So there will have to share the resources, and consequently the issue of preventing interference between them will arise. If a possible pairs of nodes could be completely connected by channels. This problem is solved by performing what is called multiplexing. It can be done by sharing the available frequency band or by dividing up a time between the different transmission. ഇത് ഫോർമർ, അതായത് എന്താണ് മൾട്ടിപ്ലെക്സിങ്, എന്താണെന്ന് മൾട്ടിപ്ലെക്സിങ് എന്താണെന്ന് ഒന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്, നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു അറ്റ്മോസ്ഫിയർ ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ആർക്കിടെക്ചറിൽ ഒരു സെൻഡർ ഉണ്ട്, ഒരു റിസീവർ ഉണ്ട്, ഒരു ചാനലുണ്ട്, ഒരു മീഡിയം ഉണ്ട്. സെൻഡറിൽ നിന്ന് ഒരു ഡേറ്റ ചാനലിൽ കൂടെ റിസീവറിലേക്ക് എത്തണം. ഒരു എൻഡ് ടു എൻഡ് കണക്ഷൻ, അതായത് ഒരു സിംഗിൾ ഒരു ഡേറ്റ ഫ്രം ടൂയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ ഒരു പ്രശ്നമില്ല. വേറെ കമ്പ്യൂട്ടർ എല്ലാം ഡെഡ് അവസ്ഥയിലാണ്. ഒരു ഡേറ്റ സെൻട്രൽ നിന്ന് എയിൽ നിന്ന് ഡിയിലേക്ക് നമുക്കൊരു എ ടു ഇ ഒരു 5 കമ്പ്യൂട്ടർ ഉണ്ട്. എയിൽ നിന്ന് ഡിയിലേക്ക് അയക്കണമെങ്കിൽ ഒരു പ്രശ്നമില്ല, നമുക്ക് എയിൽ നിന്ന് ഡിയിലേക്ക് അയക്കാം. ബാക്കി ഒരു കമ്പ്യൂട്ടറിനും ആ സമയത്ത് അയക്കാൻ ഡേറ്റ ഇല്ല എങ്കിൽ ഒരു പ്രശ്നമില്ലാതെ പോകും. പക്ഷെ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷനിൽ പലപ്പോഴും ഇതല്ല റിയൽ ടൈമിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് സെൻഡേഴ്സ് കാണും, ഒരുപാട് റിസീവേഴ്സ് കാണും. എ ലോട്ട് ഓഫ് നോഡ്സ് ഹാവിംഗ് ഇൻ ദ ലാൻ ഓർ ഇൻ ദ ജിയോഗ്രാഫിക്കൽ ഏരിയ. ഒരുപാട് കമ്പ്യൂട്ടർ ഡാറ്റ സെൻഡ് ചെയ്യാനും ഒരുപാട് കമ്പ്യൂട്ടർ ഡാറ്റ റിസീവ് ചെയ്യാനും കാണും. കാരണം നമ്മൾ ഓൾറെഡി സെൻഡ് ചെയ്ത ഇൻഫർമേഷന്റെ റിപ്ലൈ, അതിന്റെ ആൻസർ കിട്ടാൻ വേണ്ടി റിസീവ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് റിസീവേഴ്സ് കാണും. സെൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരുപാട് സെൻഡേഴ്സും കാണും.
അപ്പോൾ നമുക്ക് ഒരു ചാനലേ ഉള്ളൂ, ഒരു മീഡിയമേ ഉള്ളൂ. ഈ മീഡിയത്തിൽ കൂടെ എങ്ങനെ സെൻഡറിന്റെ ഡേറ്റകളും റിസീവറിന്റെ ഡേറ്റകളും പാസ് ചെയ്യുന്നു, ആ ഒരു ടെക്നോളജിക്കാണ് മൾട്ടിപ്ലക്സിംഗ് ആൻഡ് ഡീമൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ ചാനല് ചാനലിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിക്കാണ് മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതാണ് മൾട്ടിപ്ലക്സിംഗ്. മനസ്സിലായോ? യെസ് സർ. അതായത് മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരു 2-3 വേസ് ഉണ്ട്. ഒന്ന് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, നെക്സ്റ്റ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്. അതായത് ഇപ്പം നമുക്ക് ഒരു ക്ലോക്ക് ഒരു ടൈം നമ്മൾ അലോട്ട് ചെയ്യുകയാണ്. അതായത് ഒരു അറ്റ് എ സേർട്ടൺ മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ അറ്റ് എ സേർട്ടൺ മൈക്രോ സെക്കൻഡ് അല്ലെ സേർട്ടൺ സെക്കൻഡ് കമ്പ്യൂട്ടർ എ ഈസ് ദ എബിലിറ്റി ടു ട്രാൻസ്ഫർ ഡേറ്റ ടു ദ ചാനൽ. ഒരു ആദ്യത്തെ 3 മൈക്രോ സെക്കൻഡില് കമ്പ്യൂട്ടർ നോഡ് എക്ക് അലോട്ട് ചെയ്തേക്കുവാണ് ആ ടൈം. ആ നോഡ് എക്ക് ആ സമയത്ത് ഡേറ്റ ചാനലിലേക്ക് പാസ് ചെയ്യാം. ദെൻ അടുത്ത മൈക്രോ സെക്കൻഡില് കമ്പ്യൂട്ടർ സിക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം. ആ സമയത്ത് ബാക്കി എല്ലാ കമ്പ്യൂട്ടറും ഐഡിയലായിട്ട് ഇരിക്കണം. അടുത്ത ഒരു മൈക്രോ സെക്കൻഡില് കമ്പ്യൂട്ടർ ബിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. അടുത്ത ഒരു മൈക്രോ സെക്കൻഡില് ഇക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. അടുത്ത മൈക്രോ സെക്കൻഡില് ഡിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. അങ്ങനെ ടൈം ഷെയറിങ് കൊടുത്തിട്ട് ഓരോ നോഡിനും ഓരോ ടൈം അലോട്ട് ചെയ്ത് ടൈം ഷെയറിങ്ങിൽ കൂടെ ഡേറ്റ ചാനലിലേക്ക് വരുന്ന ഒരു സിസ്റ്റത്തിനാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്താന്ന് വെച്ചാൽ ഈ ചാനൽ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുവാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ആ ചാനലിന്റെ ഫുൾ വേവ് ലെന്ത്, ഫുൾ സ്ട്രെങ്ത്, ഫുൾ കപ്പാസിറ്റി നമുക്ക് ഏതെങ്കിലും ഒരു നോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇൻ ദ കേസ് ഓഫ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ്, ടൈം ആണ് ഓരോ നോഡിനും കൊടുത്തിരിക്കുന്നത്. അവിടെ പ്രയോറിറ്റീസ് ഇല്ല. അവരുടെ ടൈം വരുമ്പോൾ അവർക്ക് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകും. ബട്ട് ഇൻ ദ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് ചാനലിന്റെ ഫുൾ വേവ് ലെന്ത്, അതിന്റെ ഫുൾ കപ്പാസിറ്റി നമ്മൾ ഫ്രീക്വൻസി അനുസരിച്ച് നമ്മൾ ചാനലിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുവാണ്. ആ ഫ്രീക്വൻസി കോയിൻസൈഡ് ചെയ്യുന്ന സെന്ററിന് ആ ചാനലിന്റെ ആ ഫ്രീക്വൻസി വേവിൽ കൂടി, ആ ഫ്രീക്വൻസി പാത്തിൽ കൂടി മാത്രം ഡേറ്റ പോസിബിൾ ആകാൻ പറ്റും, ഡേറ്റ അയക്കാൻ പറ്റും. അതാണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലല്ലേ? അത്രയും ഇങ്ങോട്ട് ക്ലിയർ ആയില്ല സാറേ. അതായത് ക്ലാസ് റൂമിൽ തന്നെ ബോർഡ് വരച്ച് കാണിക്കാറുണ്ട്. കാരണം വരച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് നമുക്ക് സെൻട്രൽ സൈഡിൽ ഒരു 5 കമ്പ്യൂട്ടർ ഉണ്ട്, റിസീവർ സൈഡിലും 5 കമ്പ്യൂട്ടർ ഉണ്ട്. ഈ സെൻട്രൽ സൈഡിലെ A to E ഉണ്ട്, റിസീവർ സൈഡിൽ 1 to 5 ഉണ്ട്. ഓക്കെ. ഈ സെന്റർ എന്ന് പറയുന്നത് ഒരു പ്ലേസിലാണ്, റിസീവർ എന്ന് പറഞ്ഞാൽ വേറൊരു ഡെസ്റ്റിനേഷനിലാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു മീഡിയം ഉണ്ട്, പാത്ത് ഉണ്ട്, ചാനലുണ്ട്. എയിൽ നിന്ന് 3യിലേക്ക്, അതായത് എ എന്ന് പറയുന്ന നോഡിൽ നിന്ന് സെൻട്രലിൽ നിന്ന് 3 എന്ന് പറയുന്ന റിസീവറിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ആക്കിയാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം IP അഡ്രസ്സോ അഡ്രസ്സിംഗ് ഒക്കെ വെച്ച് നമുക്ക് ഈ ബാക്കി സിസ്റ്റം എല്ലാം ഐഡിയലാണ്. ചാനലും അവിടെ ഫ്രീ ആണ്, കൊളീഷൻ ഇല്ല, ഒരു തരത്തിലുള്ള ഒരു ഡിസ്ട്രോഷനോ നോയ്സോ ഒരു പ്രശ്നവും ഇല്ല. ചാനലും ഐഡിയലാണ്, ചാനൽ ഫ്രീ ആണ്. നമുക്ക് എയിൽ നിന്ന് ഇയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ അയക്കാം. ഹലോ എന്ന് പറഞ്ഞാൽ ഹലോ കറക്റ്റ് എയിൽ നിന്ന് ഈ 3യിലോട്ട് പോകും. എയിൽ നിന്ന് സെൻട്രലിൽ നിന്ന് 3 എന്ന് പറയുന്ന റിസീവറിലേക്ക് പോകും. ബട്ട് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൺ അനദർ വേൾഡ്. കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൺ സിസ്റ്റം ഈസ് ഓൺ അനദർ വേ. ഈ എല്ലാ 5 A to E എന്ന് പറയുന്ന എല്ലാ 5 റിസീവറിനും ഡേറ്റ സെൻഡ് ചെയ്യാൻ കാണും. അതുപോലെ തന്നെ ഈ A to Eക്ക് ഡേറ്റ റിസീവ് ചെയ്യാനും കാണും. കാരണം നേരത്തെ സെൻഡ് ചെയ്ത ഒരു ഡേറ്റയുടെ റിപ്ലൈ ആൻസർ റിസീവ് ചെയ്യാനും കാണും. അതുപോലെ തന്നെയാണ് ഈ 1 തൊട്ട് 5 വരെയുള്ള റിസീവർ എൻഡിലെ നോഡുകൾ, കമ്പ്യൂട്ടറുകൾ, ഡിവൈസസിന് അവർക്കും ഇതുപോലെ ഡേറ്റ റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും കാണും. ബട്ട് നമുക്ക് ചാനൽ എന്ന് പറയുന്ന ഒരെണ്ണേ ഉള്ളൂ. ചാനൽ നമുക്ക് വേറെ ഇല്ല, ഒരു ചാനലേ ഉള്ളൂ.
നമുക്ക് ആ ചാനലിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സിറ്റുവേഷൻ ആണ് മൾട്ടിപ്ലെക്സിങ് ആൻഡ് ഡീമൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത് ഈ 5 നോഡിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് 5 നോഡും കൂടി സിംഗിൾ സിസ്റ്റം, സിംഗിൾ ചാനലിലേക്ക്, സിംഗിൾ പാത്തിലേക്ക് റൂട്ട് ചെയ്യുന്ന സിസ്റ്റത്തിനാണ് മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ 5 കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന ഡേറ്റകളും ക്യാപ്ചർ ചെയ്ത് ഒന്നും നഷ്ടപ്പെടാതെ ചാനലിലേക്ക് ഫ്ലോ ചെയ്ത് ചാനലിൽ കൂടെ ഡേറ്റ പോസിബിൾ ആകുന്ന ഒരു വേക്കാണ് മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. ഇതേ പ്രോസസ്സ് റിവേഴ്സ് സൈഡിലാണ് നമ്മുടെ റിസീവേഴ്സ് സൈഡിൽ നടക്കുന്നു. അതിനാണ് ഡീമൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. ഈ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത് അത് ഇത്രയും പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് മനസ്സിലാവാത്ത. ഓക്കെ. ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്, 2 ടൈപ്പ് മൾട്ടിപ്ലെക്സിംഗ് ആണല്ലോ. ഒന്ന് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്. ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൾ ചാനൽ നമുക്ക് അന്നേരം യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഓരോ സെന്ററിനും നമ്മൾ ടൈം സ്ലോട്ട്, ടൈം സ്ലൈസ് അലോട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഒരു 3 സെക്കൻഡ് അല്ലെ 3 മൈക്രോ സെക്കൻഡ് മില്ലി സെക്കൻഡ് എക്ക് അയക്കാം. അടുത്ത 3 മൈക്രോ സെക്കൻഡ് പ്രയോറിറ്റി ആർക്കാണ്? ഡിക്ക് ആണെങ്കിൽ അടുത്ത 3 മൈക്രോ സെക്കൻഡിൽ ഡിക്ക് അയക്കാം. ആ 3 കഴിയുമ്പോഴേ അതും കട്ടാവും, അടുത്ത നോഡിലോട്ട് പോവും, അതിന്റെ കണക്ഷൻ അടുത്ത നോഡിലോട്ട് പോവും. അങ്ങനെ ടൈം അലോട്ട് ചെയ്ത് ഡേറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആകുന്ന, ചാനലിൽ കൂടെ ഡേറ്റ ട്രാൻസ്മിഷൻ പോസിബിൾ ആകുന്ന ഒരു മെത്തേഡിനാണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറഞ്ഞാൽ ഈ ടൈമിനെ പോലെ തന്നെ ഓരോ നോഡിനും ഡേറ്റ കമ്മ്യൂണിക്കേഷൻ അയക്കാൻ വേണ്ടി ഓരോ ഫ്രീക്വൻസി അലോട്ട് ചെയ്യുന്നു. മനസ്സിലായോ? മറ്റേ ടൈം അലോട്ട് ചെയ്തു, ആ ടൈമിൽ അവരുടെ ഡേറ്റ ചാനലിൽ കൂടെ പാസ് ചെയ്ത് പോവാം. ഓക്കെ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ഈ ഓരോ കമ്പ്യൂട്ടർ നോഡുകൾക്കും ഓരോ ഫ്രീക്വൻസി അലോട്ട് ചെയ്യുന്നു. ആ ഫ്രീക്വൻസി ഈ ചാനലിന്റെ ഹോൾ ഫ്രീക്വൻസി ഡിവൈഡ് ചെയ്തിട്ട് ആ ഫ്രീക്വൻസി അലോട്ട് ചെയ്ത നോഡിന് ആ ചാനലിൽ കൂടെ ആ ഫ്രീക്വൻസി ഡേറ്റ അയക്കാം. അപ്പൊ ചാനലിനെ നമ്മളൊന്ന് ലോജിക്കലി ഡിവൈഡ് ചെയ്യുകയാണ്. ഫിസിക്കലി അല്ല, ലോജിക്കലി ഡിവൈഡ് ചെയ്തിട്ട് ഫ്രീക്വൻസി ലെവൽ അനുസരിച്ച് ഡേറ്റ അവിടെ ഇപ്പൊ ഒരിക്കലും ഒരു ക്ലാഷ് വരുന്നില്ല. കാരണം ഓരോ ഡേറ്റയും ഫ്രീക്വൻസി വ്യത്യാസമാണ്. ഫ്രീക്വൻസി നോഡ് 1ന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ നോഡ് എയുടെ ഫ്രീക്വൻസി അലോട്ട് ചെയ്യുന്ന സമയത്ത് ആ ചാനലിൽ കൂടെ പോവാം. അടുത്ത നോഡ് ബിയുടെ ഫ്രീക്വൻസി വരുന്ന സമയത്ത് നോഡ് ബിക്ക് ഡേറ്റ പാസ് ചെയ്യാം. നോഡ് ഇക്ക് വരുന്ന ഫ്രീക്വൻസി വരുന്ന സമയത്ത് ആ ഫ്രീക്വൻസി വേവ് ചാനലിൽ കൂടെ പാസ് ചെയ്യാം. ഇതേ പ്രോസസ്സ് റിവേഴ്സ് സൈഡിൽ നമ്മുടെ റിസീവർ സൈഡിൽ നടക്കും. ഡിമാക്സ് ചെയ്താണ് നമുക്ക് ഈ ഡേറ്റ റിസീവർ എൻഡിൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. അതാണ് മാക്സിംഗ് ആൻഡ് ഡിമാക്സിംഗ് ഇൻ ദ കേസ് ഓഫ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ആൻഡ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്. മനസ്സിലായോ? ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയി സാറേ. ഓക്കെ. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ക്ലിയർ ആയിട്ടൊരു ഫിഗർ വരയ്ക്കുക. കാരണം ഫിഗർ വരച്ച് കഴിയുമ്പോൾ അവർക്ക് ഇത് കറക്റ്റേഴ്സിന് മനസ്സിലാവും, അല്ലെങ്കിൽ എക്സാമിനേഴ്സിന് മനസ്സിലാവും ഇവർക്ക് ഐഡിയ ഉണ്ടോ. തിയറി എത്രയൊക്കെ എഴുതിയാലും വായിച്ച് ഫുൾ ഐഡിയ കിട്ടണമെന്നില്ല. അതേസമയത്ത് ഫിഗർ വരച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും ദിസ് ഈസ് കറക്റ്റ്, അല്ല ഇതാണ് കറക്റ്റ്, ഇതിന്റെ ആൻസർ ഇതാണ്, അല്ല ഇതാണ് ഇതിന്റെ കറക്റ്റ് ഒരു മെത്തേഡ്, ഇതിന്റെ ഫ്ലോ അല്ല ഇതിന്റെ ഒരു ആൻസർ ഇതാണെന്ന് മനസ്സിലാവും. എന്നിട്ട് ജസ്റ്റ് എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നോക്കി വരച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ സാർ. ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗിന് നല്ലൊരു ഫിഗർ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ട്രാൻസ്മിഷൻ 1, ട്രാൻസ്മിഷൻ 2, ട്രാൻസ്മിഷൻ 3, ട്രാൻസ്മിഷൻ 4 കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗിന് ഫ്രീക്വൻസി ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 ഹെർട്സ്, 6 ഹെർട്സ് അങ്ങനെ ഓരോ ഇതിനും ഓരോ ഹെർട്സ് അലോട്ട് ചെയ്തിട്ട് ആ ഹെർട്സ് ആ സമയത്ത് ഡേറ്റ പോസിബിൾ ആകുന്ന സംഗതിക്കാണ് ഫ്രീക്വൻസി ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് തന്നെ സിഗ്നൽസ് ടൈം ഡിവിഷൻ ഉണ്ട്, അസിഗ്നൽസ് ടൈം ഡിവിഷൻ ഉണ്ട്. സിഗ്നൽസ് ടൈം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ സെയിം ക്ലോക്ക് പൾസിൽ തന്നെ അതെല്ലാം ഡേറ്റയിൽ ട്രാൻസ്മിഷൻ നടക്കുന്നതാണ് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ബോത്ത് സെൻഡറും റിസീവറും ഓൺ ദ
on the same synchronous ലെവലിലാണ്. അതാണ് സിംഗ്ലസ് ടൈം ഡിവിഷൻ എന്ന് പറയുന്നത്. ബട്ട് അസിംഗ്ലസ് ടൈം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ റിസീവർ ഓൺ ദ സെയിം ക്ലോക്ക് പൾസിലല്ല, ടൈം സിംഗ്ലസിലല്ല. സെൻട്രൽ ആയിരിക്കും, വേറൊരു സമയത്താണ് റിസീവർ റിസീവ് ചെയ്യുന്നത്. ആണ് അസിംഗ്ലസ് ടൈം ഡിവിഷൻ ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, then next is digital subscriber lines. Digital subscriber lines are an example of multiplexing in action. They are really telephone lines that can support much higher data rate than possible in an ordinary telephone connections. ഈ ADSL നമ്മൾ എന്തിനാ ടെലിഫോൺ ലൈൻസിൽ ADSL നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത് അറിയാമോ? ബ്രോഡ്ബാൻഡ് കണക്ട് ചെയ്യാനാണോ സാറേ? അതാണ്. കാരണം ടെലിഫോൺ ലൈനിൽ നമുക്ക് ജസ്റ്റ് ഫോൺ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ADSLന്റെ ആവശ്യമില്ല. നമുക്ക് നെറ്റ് കിട്ടി, നമുക്ക് ഇന്റർനെറ്റ് കിട്ടി, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകാൻ വേണ്ടിയാണ് നമ്മൾ ADSL കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻസ്, അസിംഗ്ലസ് ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈൻസ് ആണ് ADSL എന്ന് പറയുന്നത്. ഓക്കെ, അതിന് കപ്പാസിറ്റി ഉണ്ട് 64 kbps, 256 kbps ആണ് കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ പറയാറില്ല നമ്മുടെ വീട്ടിൽ വരുന്ന നെറ്റ് 1 GB ബിറ്റ്സ്, ഏഷ്യാനെറ്റിന്റെ 512 kbps അല്ലെ 1 Gbps എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, കപ്പാസിറ്റി പറയാറില്ലേ? അതാണ് നമ്മുടെ ഇത് പറയുന്നത്, ADSL എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സ്വിച്ചിങ്. വാട്ട് ഇസ് മീൻ സ്വിച്ചിങ്? സ്വിച്ചിങ് എന്ന് പറയുന്നത് അറിയാമോ? സ്വിച്ചിങ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? വാട്ട് ഇസ് മീൻ സ്വിച്ചിങ്? അറിയില്ല സർ. സ്വിച്ചിങ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇതുവരെ നമ്മൾ ഇതിന്റെ ഒരു പ്രോഗ്രഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ചാനൽ വന്നു, ബോർഡ് റേറ്റ്, ബിറ്റ് റേറ്റ്, ഫ്രീക്വൻസി, നമ്മൾ അതെല്ലാം വന്നു, സെൻഡർ വന്നു, റിസീവർ വന്നു, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് വന്നു, ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിംഗ് വന്നു. അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് വരുന്നത്. സെൻട്രലിൽ നിന്ന് ഡാറ്റ ചാനലിൽ കൂടെ റിസീവർ എൻഡിൽ എത്തണം. ഓക്കെ, സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഹൗ ദ ഡാറ്റ ഈസ് റെപ്രസെന്റിങ് ആക്ച്വലി ഇൻ ദ ചാനൽ. എങ്ങനെയാണ് ഡാറ്റ ചാനലിൽ കൂടെ പാസ് ചെയ്യുന്നത്, ഡാറ്റ എങ്ങനെ ചാനലിൽ റെപ്രസെന്റ് ചെയ്യുന്നത്, ഡാറ്റ എങ്ങനെയാണ് ചാനലിൽ കൂടെ മൂവ് ചെയ്യുന്നത്, ആണ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. സ്വിച്ച് ചെയ്യുക എന്ന് പറയും, ഫ്രം സെൻഡർ ടു റിസീവർ. സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ സിംപിളി സ്വിച്ചിങ് മീൻസ് switching. There are many potential sources of data in the world, and likewise many potential recipients. Just think of the number of people who may like to reach one another over the telephone. There are two basic approaches to switching in switching. നിങ്ങൾ മനസ്സിലായോ ഡാറ്റ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഡാറ്റ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്ത് ചാനലിൽ കൂടെ മൂവ് ചെയ്യുന്നത്, അതിനാണ് നമ്മൾ സ്വിച്ചിങ് എന്ന് പറയുന്നത്. സെൻട്രലിൽ നിന്ന് ഡാറ്റ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് റിസീവേഴ്സ് എൻഡിലേക്ക് എങ്ങനെ സ്വിച്ച് ചെയ്ത് പോകുന്നു, എങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു, അതിനാണ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, സ്വിച്ചിങ്
മെയിൻലി സ്വിച്ചിങ് എന്ന് പറയുന്നത് 3 ടൈപ്സ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ടെസ്റ്റിനകത്ത് സ്വിച്ചിങ് 2 ടൈപ്സേ പറയുന്നുള്ളൂ. സർക്യൂട്ട് സ്വിച്ചിങ്ങും പാക്കറ്റ് സ്വിച്ചിങ്ങും മാത്രമേ നിങ്ങളുടെ ടെസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. ഓക്കെ, ഒരു സ്വിച്ചിങ്ങും ഉണ്ട്, മെസ്സേജ് സ്വിച്ചിങ് എന്ന് പറയും. ഇത് രണ്ടും പറഞ്ഞു തരാം. We need a mechanism to be able to connect together devices that need to transfer data between them. This is the problem of switching. There are 2 types of switching. The packet switching approaches can be used when we are using diagrams or packets or to transfer data over the channel. Each diagram is a self-contained unit that includes within itself. There are mainly 2 types of switching circuits are there. One is circuit switching, then another is packet switching. Circuit switching എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഒരു എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഡേറ്റ ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അതായത് സെൻട്രലിൽ നിന്ന് റിസീവറിലേക്ക് ഒരു എൻഡ് ടു എൻഡ് കണക്ഷൻ, കാരണം സെൻട്രലിൽ നിന്ന് ഒരു ഡേറ്റ റിസീവറിലേക്ക് അയക്കണം എന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ സെൻട്രലിൽ നിന്ന് ഒരു സിഗ്നൽ ആദ്യം വിട്ട് എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം മാത്രമേ ഡേറ്റ നമ്മുടെ ചാനലിലേക്ക് പുഷ് ചെയ്യത്തുള്ളൂ. അതിനാണ് സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ പറയാമോ? As mentioned already, in circuit switching, we create a link or circuit between the devices that need to communicate for the duration of the transmission only. It entails setting up the circuit doing the actual transmission that we can simplex, half duplex and full duplex. These both 3 types of communication are possible. And then dismantling the circuit for use of another pair of device. അതായത് ഈ ഒരു സെന്ററിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ സെന്ററിലെ കുറച്ച് നോട്ട്സ് ഉണ്ട്, റിസീവറിൽ കുറച്ച് നോട്ട്സ് ഉണ്ട്. ഈ സെന്ററിലെ ഒരു നോഡിന് റിസീവറിലെ സെന്ററിലെ ഫസ്റ്റ് നോഡിന് റിസീവറിൽ ലാസ്റ്റ് നോഡിലേക്ക് കമ്മ്യൂണിക്കേഷൻ അയക്കണമെങ്കിൽ, ഒരു ഡേറ്റ അയക്കണമെങ്കിൽ സെന്ററിന് ഫസ്റ്റ് നിന്ന് റിസീവറിന് ലാസ്റ്റിലേക്ക് ഒരു എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം മാത്രം ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനാണ് സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ സർക്യൂട്ട് സ്വിച്ചിങ് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം മാത്രം ഡേറ്റ ഹാൻഡ് ഓവർ ചെയ്യുന്നു. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ടെലിഫോൺ കണക്ഷൻ, ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് സ്വിച്ചിങ് ആണ്. കാരണം ഇവിടുന്ന് നമ്മൾ എങ്ങോട്ട് വിളിച്ചാലും, ഇവിടെ നമ്മൾ US വിളിച്ചാൽ പോലും ആദ്യം നമ്മൾ ഒരു എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം മാത്രമേ അത് ഡേറ്റ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതിനാണ് സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ടെക്സ്റ്റിനകത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗർ ഒന്ന് നോക്കി മനസ്സിലാക്കുക. ചാനൽ എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം മാത്രമേ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. There are 2 main approaches to circuit switching called space division or time division switches. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പേസ് ഡിവിഷൻ ആൻഡ് ടൈം ഡിവിഷൻ. സ്പേസ് ഡിവിഷൻ switches are so called because of the possible circuit path are separated from one another in space. The old and now obsolete crossbar telephonic exchange are an example of this space division switching. The technique can be used for both digital and analog systems. There were others design of such switching, but only when to large scale we use the crossbar because of way is construction. Such switching does not have a delays. Once the path is established, transmission occurs continuously at the rate that the channel can support. But in the case of packet switching, നമ്മുടെ മെസ്സേജസ്, നമ്മുടെ ഡേറ്റ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ പാക്കറ്റ് നമ്മുടെ ചാനലിന്റെ കൊളീഷനും കൺജക്ഷനും അനുസരിച്ച് മൂവ് ചെയ്ത് റിസീവേഴ്സ് എൻഡിലേക്ക് എത്തുന്നതിനാണ് പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ നമ്മൾ എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മസ്റ്റ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പാക്കറ്റ് സ്വിച്ചിങ്ങിൽ എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് മസ്റ്റ് അല്ല. എൻഡ് ടു എൻഡ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട നെസസറി അല്ല, ആവശ്യമല്ല. നമ്മുടെ ടോട്ടൽ ഡേറ്റയെ നമ്മൾ പാക്കറ്റ്സ് ആയി ഡിവൈഡ് ചെയ്തിട്ട് ആ പാക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു പക്ഷേ 4 ബിറ്റ് ആകാം, 1 ബൈറ്റ് ആകാം, 1 ഫ്രെയിം ആവാം. അങ്ങനെ പാക്കറ്റ് ആയി ഡിവൈഡ് ചെയ്തിട്ട് ഈ പാക്കറ്റിനെ പല കമ്മ്യൂണിക്കേഷൻ ചാനലിൽ കൂടെ റിസീവേഴ്സ് എൻഡിലേക്ക് എത്തിക്കുന്നു. ഒരു ലൈനിൽ കൂടി അല്ല, ഏത് നെറ്റ്വർക്കിൽ ഏത് ലൈനാണോ ഫ്രീ, ഏത് ലൈനാണോ കൊളീഷൻ ഇല്ലാത്ത, കൺജക്ഷൻ ഇല്ലാത്ത, ട്രാഫിക് ഇല്ലാത്ത,
ആ ലൈനിൽ കൂടെ പാസ് ചെയ്ത് റിസീവേഴ്സ് എൻഡിലേക്ക് എത്തിക്കുന്ന സിസ്റ്റത്തിനാണ് പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി സാർ. നിങ്ങളുടെ ഫിഗർ നോക്കുക. ഫിഗർ അത് കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. റൗട്ടർ ആണ് കാണിച്ചിരിക്കുന്നത്. റൗട്ടർ 1, റൗട്ടർ 2. ഈ സർക്യൂട്ട് സ്വിച്ചിങ്ങും പാക്കറ്റ് സ്വിച്ചിങ്ങും ഒക്കെ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പാക്കറ്റ് സ്വിച്ചിങ്ങിന്റെ ആ മൂവ്മെന്റ് ഓഫ് പാക്കറ്റ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഡയഗണൽ പോലത്തെ ഒരു ഡയഗ്രാം ഉണ്ട്, ഒരു ഹെക്സഗൺ പോലത്തെ. R1, റൗട്ടർ 1, റൗട്ടർ 2, റൗട്ടർ 3, റൗട്ടർ 4, റൗട്ടർ 5, റൗട്ടർ 6, റൗട്ടർ 7. അപ്പൊ റൗട്ടർ 1 നിന്ന് റൗട്ടർ 7ലേക്ക് എത്തണമെങ്കിൽ പാക്കറ്റ്സ് മൂവ് ചെയ്യുന്നു. അത് പാക്കറ്റ്സ് ഏത് ലൈനാണോ കൺജക്ഷൻ ഫ്രീ, ട്രാഫിക് ഫ്രീ, ആ ലൈനിൽ ഡേറ്റ പോസിബിൾ ആയിട്ട്. ഇപ്പം 10 പാക്കറ്റ് ഉണ്ട്, 10 പാക്കറ്റ് 10 ലൈനിൽ കൂടെയോ അല്ലെങ്കിൽ 5 ലൈനിൽ കൂടെയോ പാസ് ചെയ്താണ് റിസീവേഴ്സ് എൻഡിൽ എത്തുന്നത്. അതാണ് പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ആണ് ഇറ്റ്സ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദ പാക്കറ്റ് സ്വിച്ചിങ്. ഇനിയും ഒരു സ്വിച്ചിങ് ഉണ്ട്, ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നു, മെസ്സേജ് സ്വിച്ചിങ് എന്ന് പറയും. മെസ്സേജ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. മെസ്സേജുകൾ ഒരു മെസ്സേജ് ഒരു കൺസോൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് മെസ്സേജ് ബൈ മെസ്സേജ് പാസ് ചെയ്യുന്നു. പാക്കറ്റ് പോലെ തന്നെ മെസ്സേജ് ബൈ മെസ്സേജ് പാസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്ന സംഗതിക്കാണ് മെസ്സേജ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. അതും ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പാക്കറ്റ് സ്വിച്ചിങ് തന്നെയാണ്. പക്ഷെ അത് മെസ്സേജ് ബൈ മെസ്സേജ് ആണ്. നമ്മൾ മെസ്സേജ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പഞ്ച് ചെയ്ത് പാസ് ചെയ്താണ് മെസ്സേജ് സ്വിച്ചിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് രണ്ടെണ്ണേ ഉള്ളൂ, പാക്കറ്റ് സ്വിച്ചിങ്, സർക്യൂട്ട് സ്വിച്ചിങ് ഉള്ളൂ. ഓക്കെ, അത് നോക്കണം കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിർത്താം. Okay, sir.